മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ഇന്ന് നമുക്ക് മുഹൂർത്തങ്ങൾ കുറിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഓരോ മുഹൂർത്തങ്ങളായിട്ട് ഇനി നോക്കണം. ബാക്കിയുള്ളതൊക്കെ രണ്ടാമത് നോക്കാം. ഓരോന്നും ഓരോ ടൈംസ് വരുന്നിടത്ത് വെച്ച് പറഞ്ഞുതരാം. നമ്മൾ 2 ക്ലാസ് അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള 2 ക്ലാസ് നോക്കി. 2 ക്ലാസ് മതി. ഇനി ആദ്യം വിവാഹത്തിന്റെ നോക്കാം. അതാണ് ആദ്യത്തെ അത്യാവശ്യം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്നതാണ് ആദ്യം അറിയേണ്ടത്. ബാക്കിയുള്ളതൊക്കെ കൂടുതൽ വരുന്നതല്ല. വിവാഹം, ഗ്രഹാരംഭം, ഗ്രഹപ്രവേശം, ചോറൂണ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നീങ്ങി പോവും. 5 മിനിറ്റ് 2 മിനിറ്റ് കൊടുത്ത് 5 മിനിറ്റ് കൊടുത്ത് 8:05 ആയി 8:10 ആയി അങ്ങനെ അങ്ങ് പോവും. അതാണ് അങ്ങനെ ഒരു കുഴപ്പമുള്ളത്. വരുമ്പോൾ വന്നതിന് ശേഷം നോട്ട് എഴുതാം. പറയുന്നത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടേ നോട്ട് എഴുതുള്ളൂ. നോട്ട് എഴുതുന്ന സമയത്ത് എല്ലാവരും വന്ന് ചേർന്നുള്ളൂ. അതാണ് അതിന്റെ രീതി. ശരി, വിവാഹത്തിന്റെ മുഹൂർത്തം ആദ്യം നോക്കാം. വിവാഹമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതും അല്പ കോംപ്ലിക്കേറ്റഡും വിവാഹമാണ്. കാരണം 2 പേരുടെ കാര്യങ്ങൾ അതിനകത്ത് നോക്കണം. വരന്റെയും വധുവിന്റെയും കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് 2 പേരെയും നമ്മളിപ്പോൾ പഠിച്ചത് 3, 5, 7 നക്ഷത്രങ്ങൾ ഒഴിവാക്കണമെന്ന് പഠിച്ചു. പൊതുവെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ ഒന്ന് പറയാം ആദ്യം. എല്ലാ പേരെയും 2 മുഹൂർത്ത കർത്താവിന്റെ 3, 5, 7 നക്ഷത്രം ഒഴിവാക്കണം. ജന്മനക്ഷത്രം ഒന്നിനും നല്ലതല്ല എന്ന് പറയും. എന്നാൽ ചില സ്ഥലത്തൊക്കെ അത് നല്ലതാകുന്ന സ്ഥലവും ഉണ്ട്. അവരുടെ ചന്ദ്രരാശിയിൽ നിന്ന് അഷ്ടമരാശിക്കൂറിൽ മുഹൂർത്തം കുറിക്കരുത്. പിന്നെ അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രം എടുക്കരുത്. അഷ്ടമരാശിക്കൂറിൽ മുഹൂർത്ത ലഗ്നം വരരുത്. 88-ാം കാല് 108-ാം കാല് എടുക്കരുത്. ഇങ്ങനെയൊക്കെ പഠിച്ചു നമ്മൾ. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഗുരുശുക്രന്മാർക്ക് മൗഢ്യമുള്ള കാലം എടുക്കരുത്. അത് പ്രത്യേകിച്ച് വിവാഹത്തിനാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഗുരുശുക്രന്മാർക്ക് മൗഢ്യം കഴിഞ്ഞ് 7 ദിവസം വരെ പാടില്ല എന്നുണ്ട്. ബാല്യ വാർദ്ധക്യ കാലങ്ങൾ എടുക്കരുത്. പിന്നെ ചന്ദ്രൻ 6-8-12 പോകരുത്. ഓരോ മുഹൂർത്തത്തിനും ഓരോ ഭാവങ്ങൾ ശുദ്ധിയാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പാപവാരം എടുക്കരുത്. പാപവാരം വരരുത്. അഷ്ടമ ശുദ്ധി എല്ലാത്തിനും വേണം. അഷ്ടമത്തിലെ പാപൻ ഒന്നിനും വരരുത്. ഒരു മുഹൂർത്തത്തിനും വരരുത്. മുഹൂർത്ത ലഗ്നത്തിലോ അതിന്റെ 7-ലോ പാപൻ നിൽക്കരുത്. 7-ൽ ശുക്രൻ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ വ്യാഴം 8-ൽ പോകരുത്. ചന്ദ്രൻ 6-8-12 പോകരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിഹാരമായിട്ട് പറഞ്ഞു ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ദോഷങ്ങൾ വരുന്നതിന് കേന്ദ്രത്തിൽ ശുഭന്മാര് കേന്ദ്രത്തിൽ വരുന്നത് അതിന് ഉത്തമമാണ്. ശുഭന്മാർ ഒരു ശുഭൻ കേന്ദ്രത്തിൽ വന്നാൽ നല്ലത്. 2 പേര് വന്നാൽ ഉത്തമം. 3 ശുഭനും കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ അത്യുത്തമം. ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ ലാട വൈദ്യുത ഏകാർഗളം വരരുത്. മാന്നി ഉദയരാശി എടുക്കരുത്. മാന്നി വേറെ എവിടെ നിന്നാൽ കുഴപ്പമില്ല. മാന്നി ഉദയരാശി എടുക്കരുത്. അങ്ങനെ എടുക്കുന്നെങ്കിൽ മാന്നി ഉദയം കഴിഞ്ഞിട്ട് എടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇതിനെയൊക്കെ ഇനി പ്രാക്ടിക്കൽ സൈഡ് നോക്കണം. പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ പഠിച്ചിട്ട് വരുമ്പോൾ എങ്ങനെയാണ് എടുക്കണം എന്നുള്ളതാണ്. എല്ലാവരും പഞ്ചാംഗം കൂടി കയ്യിൽ വെച്ചേക്കണം. ഇനി വരും ദിവസം എല്ലാം പഞ്ചാംഗം വേണം. പുതിയ പഞ്ചാംഗം കയ്യിൽ വെച്ചേക്കണം. പഴയ പഞ്ചാംഗത്തിന്റെ ഡേറ്റ് ഒക്കെ ആയി. ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് കർക്കടക മാസം. കർക്കടക മാസം വന്നിട്ട് നമുക്ക് മുഹൂർത്തങ്ങളൊന്നും എടുക്കുന്ന മാസമല്ല. ഈ മാസത്തിൽ ഇപ്പൊ വരുന്ന ഒരാൾ ഇപ്പോഴും വിവാഹത്തിന് മുഹൂർത്തം എടുക്കൂലല്ലോ. വിവാഹത്തിന് സാധാരണ ഒരു മുഹൂർത്തം കുറിക്കാൻ വരുന്നെങ്കിൽ ഒരു 6 മാസത്തിന് മുൻപൊക്കെ വരും. നമ്മുടെ നാട്ടില് കുറഞ്ഞത് 6 മാസത്തിന് മുൻപെങ്കിലും വന്നാലേ നമുക്ക് മണ്ഡപം കിട്ടുള്ളൂ.
അതുകൊണ്ട് ചിങ്ങമാസം മുതലൊക്കെ ഉള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. പുതിയ പഞ്ചാംഗം അവരവരേലുള്ള പഞ്ചാംഗം വച്ചിരുന്നാൽ മതി. അത് വലിയ പഞ്ചാംഗം കിട്ടുമെങ്കിൽ വളരെ നല്ലത്. ശരി, വിവാഹത്തിന് എങ്ങനെ നോക്കാം? വിവാഹത്തിന് പറ്റിയ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്. വിവാഹ രോഹിണി മാനും മകമുത്തിരത്തവും ചോതിയോട് അനിഴം മൂലം ഉത്രാടം നന്ന് ഉത്രട്ടാതി രേവതി 11 ഇങ്ങനെ 11 നക്ഷത്രങ്ങളെ വിവാഹത്തിന് എടുക്കുകയുള്ളൂ. ആകെ കൂടി എടുക്കുന്നത് 11 നക്ഷത്രം. ബാക്കി 16 നക്ഷത്രവും എടുക്കൂല. 27 നക്ഷത്രത്തില് 11 നക്ഷത്രമേ എടുക്കാവുള്ളൂ. രോഹിണി മാനും വിവാഹ രോഹിണി മാനും, മാനം വെച്ചാൽ മകയിരം, രോഹിണിയും മകയിരവും. മകം ഉത്തിരത്തം, മകം ഉത്രം അത്തം. വിവാഹ രോഹിണി മാനും, മാനം വെച്ചാൽ മകയിരം, മകം ഉത്തിരത്തം, മകം ഉത്രം അത്തം. ചോതിയോട് അനിഴം മൂലം, ഇങ്ങനെ പഠിച്ചാലേ നിൽക്കുകയുള്ളൂ. ചോതിയോട് അനിഴം മൂലം, ചോതി അനിഴം മൂലം. ഉത്രാടം നന്ന്, ഉത്രാടം നല്ലത്. രേവതി ഉത്രട്ടാതി രേവതി 11. ഉത്രട്ടാതി രേവതി ഇത് ഒരു അരിയന് പറയാണ്. ഒരു തുടക്കത്തിനെ ഉള്ള നക്ഷത്രം ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഈ 11 നക്ഷത്രമേ കൊള്ളാവൂ. വിവാഹ രോഹിണി മാനും, രോഹിണിയും മകയിരവും, മകമുത്തിരത്തവും, മകമുത്രമത്തം. ചോതിയോട് അനിഴം മൂലം, ചോതി അനിഴം മൂലം. ഉത്രാടം ഉത്രട്ടാതി രേവതി, ഉത്രം ഉത്രട്ടാതി രേവതി, ഉത്രം ഉത്രട്ടാതി രേവതി. ഇതാണ് ഉത്രം ഉത്രാടം ഉത്രട്ടാതി 3 വരും. രേവതി 11 വിവാഹത്തിനെടുക്കാം. ഈ 11ന്റെ അകത്ത് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കണം. അഷ്ടമരാശിക്കൂറ് ബാക്കി കാര്യങ്ങളൊക്കെ. എടുക്കുന്ന നക്ഷത്രം ഈ 11 എടുക്കാവൂ. എന്നാൽ ഇത് 11 അല്ലാതെ വേറെ നക്ഷത്രങ്ങൾ എടുക്കുന്നവരും ഉണ്ട്. എടുക്കുന്നതിന് തെറ്റില്ല. വേറെ എല്ലാം കൂടി ഒത്തു വരികയാണെങ്കിൽ നക്ഷത്രം മാറ്റി എടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. വിവാഹ രോഹിണി മാനും, വിവാഹത്തിന് രോഹിണി മാനും മകമുത്തിരത്തവും. ഇതൊരു ഭാഷാ ശ്ലോകമാണ്. സ്ത്രീ ജാതകം എന്ന് പറയുന്ന ബുക്കിലുള്ള ഭാഷാ ശ്ലോകം. മകമുത്തിരത്തവും ചോതിയോട് അനിഴം മൂലം, ചോതി അനിഴം മൂലം എന്നർത്ഥം. ചോതി വിശാഖം വേണ്ട, അനിഴം മൂലം. ഉത്രാടം നന്ന്, ഉത്രാടം നല്ലതാണ്. രേവതി ഉത്രട്ടാതി രേവതി 11, ഉത്രട്ടാതിയും രേവതിയും കൂട്ടി 11 വിവാഹത്തിന് എടുക്കാം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. രോഹിണി മാനും, രോഹിണി മകയിരവും, മകമുത്തിരത്തവും, ചോതിയോട് അനിഴം മൂലം, ഉത്രാടം നന്ന്, ഉത്രട്ടാതി രേവതി 11. ഈ 11 നക്ഷത്രമേ എടുക്കാവൂ. ഈ 11 നക്ഷത്രത്തിനകത്ത് ഒഴിവാക്കണം. അത് നമുക്ക് എക്സാമ്പിൾ ഇടുമ്പം പറഞ്ഞുതരാം. ഇനി കറുത്ത പക്ഷത്തില് ഇനി തിഥികൾ ഏതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തിഥികൾ ഏതൊക്കെ തിഥികൾ ഒഴിവാക്കണം. കറുത്ത വാവ് എടുക്കാറില്ല. റിക്ത തിഥി എടുക്കരുത്. അത് ഒരു മുഹൂർത്തത്തിനും പാടില്ല. തിഥി പാടില്ലാത്ത റിക്ത തിഥി, റിക്ത എന്ന് വെച്ചാൽ ചതുർത്ഥി, ചതുർദശി, നവമി. പിന്നെ കറുത്ത വാവ്. അഷ്ടമി എടുക്കരുത്. അഷ്ടമിയില് കൃഷ്ണ അഷ്ടമി വിവാഹത്തിന് എടുക്കാം എന്ന് ഒരു നിയമമുണ്ട്. കൃഷ്ണ അഷ്ടമി എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. എന്നാൽ അത് വിദഗ്ധരായ ജ്യോത്സ്യന്മാര് വേണ്ട എന്നാണ് പറയുന്നത്. വലിയ വലിയ ആചാര്യന്മാരൊക്കെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിനെ ഒഴിവാക്കണം എന്ന് പറയുന്നു. നമ്മൾ സാധാരണയായിട്ട് കൃഷ്ണാഷ്ടമി എടുക്കും. അപ്പോൾ തിഥിയിൽ പാടില്ലാത്തത് റിക്തതിഥികൾ. റിക്തതിഥി നമുക്കറിയാം ഏതൊക്കെ. ചതുർത്ഥി, ചതുർദശി, നവമി. 4, 9, 14 തിഥികൾ. അത് 2 പക്ഷത്തും പാടില്ല. കൃഷ്ണപക്ഷത്തിലും പാടില്ല, ശുക്ലപക്ഷത്തിലും പാടില്ല. കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും വരുന്ന റിക്തതിഥി, ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമിയും എടുക്കരുത്. അതിൽ കൃഷ്ണാഷ്ടമി എടുക്കാം. ഇതാണ് തിഥി വിവരം. ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമി. അഷ്ടമിയിൽ കൃഷ്ണാഷ്ടമി എടുക്കാം. വെളുത്ത അഷ്ടമി എടുത്തുകൂടാ. ഇത്രയും എടുക്കാം. വാരം നമ്മൾ സാധാ പഠിക്കുന്നത് എല്ലാ മുഹൂർത്തത്തിനും വാരം പാപവാരം പാടില്ല എന്നാണ്. പക്ഷെ വിവാഹത്തിന് പറയുന്നത് വേളിക്ക് കൊള്ളുന്നു ആഴ്ചയൊക്കവേ എന്നാണ്. എല്ലാ ആഴ്ചയും എടുക്കാം. ഇവിടെ പഞ്ചാംഗത്തിൽ പറയുന്നതൊക്കെ ശുഭവാരങ്ങളും പാപവാരങ്ങളും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ എടുക്കാമെന്നാണ് പറയുന്നത്. വാരം പാപവാരം ഒന്നിനും നല്ലതല്ല.
പഞ്ചാംഗത്തിൽ, ഈ വലിയ പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ ചൊവ്വാഴ്ച, ശനിയാഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നിയമപ്രകാരം പാപവാരം ഒരു മുഹൂർത്തത്തിന് നല്ലതല്ല. പാപവാരങ്ങൾ പാടില്ല. അപ്പോൾ തിഥി പഠിച്ചു, നക്ഷത്രം പഠിച്ചു, തിഥി പഠിച്ചു, പാപവാരം പാടില്ല. അടുത്തിനി രാശി. രാശി എന്ന് വെച്ചാൽ ലഗ്നം, നമ്മൾ മുഹൂർത്തം കുറിക്കുന്ന ലഗ്നം ഏതൊക്കെ ആണ് എന്നുള്ളതാണ് അടുത്ത് വരേണ്ടത്. ഇനി മാസം പറയണം. മാസം പറഞ്ഞില്ല. കർക്കടക മാസം പാടില്ല, കന്നിമാസം പാടില്ല, ധനുമാസം പാടില്ല, കുംഭമാസം പാടില്ല, മീനം 16 മുതൽ അങ്ങോട്ട് പാടില്ല. പാതിക്കുമേൽ മീന ഞായറും. കർക്കടകം, കന്നി, ധനു, കുംഭം, കർക്കടകം, കന്നി, ധനു, കുംഭം, മീനത്തിന്റെ പകുതിക്ക് മുകളിലും, മീനം 16 മുതൽ അറ്റം വരെ. അപ്പോൾ 4-4.5 മാസം പാടില്ല. 4.5 മാസകാലം. അത് മലയാള മാസമാണ് എടുക്കേണ്ടത്, ഇംഗ്ലീഷ് മാസമല്ല. കർക്കടക മാസം പാടില്ല. ഇനിയിപ്പോൾ അടുത്തത് കർക്കടകം വരികയാണ്. വിവാഹങ്ങളൊന്നും നടക്കില്ല. കർക്കടകം പാടില്ല. കന്നി പാടില്ല, ധനു പാടില്ല, കുംഭം പാടില്ല, മീനം 16 മുതലുള്ള കാലഘട്ടവും പാടില്ല. ഒന്നുകൂടെ പറയാം. നക്ഷത്രങ്ങള് വിവാഹ, രോഹിണി, മാനം. ഈ ശ്ലോകം പോലെ അങ്ങ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. എപ്പോഴും നിൽക്കും അതങ്ങ്. രോഹിണി, മാനും, മകമുത്തിരത്തവും, ചോതിയോട് അനിഴം മൂലം, ഉത്രാടം നന്ന്, ഉത്രട്ടാതി, രേവതി 11 വിവാഹത്തിന് കൊള്ളാം. രിക്തതിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമിയും കറുത്തവാവും അഷ്ടമിയും ദോഷമാണ്. അതിൽ കൃഷ്ണാഷ്ടമി എടുക്കാം. പാപവാരങ്ങളായ ശനി, ചൊവ്വ, ഞായർ പാടില്ല. ഞായറാഴ്ച നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമ്മളെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നു. ജ്യോത്സ്യരെടുത്തെന്ന് പറയും ഞായറാഴ്ച തന്നെ വേണമെന്ന് പറയും. അത് നമ്മളെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നത്. അതൊന്നും ജ്യോത്സ്യന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പാപവാരം പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മാസങ്ങള് മലയാള മാസമാണ്, സൗരമാസമാണ് ഉദ്ദേശിക്കുന്നത്. സൗരമാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെയാണ് സൗരമാസം പഠിക്കാൻ കാര്യം. സൂര്യൻ പ്രവേശിക്കുന്ന രാശിയാണ് സൗരമാസം. കർക്കടകം, കന്നി, ധനു, കുംഭം, മീനത്തിന്റെ 16 മുതലുള്ള ദിവസവും പാടില്ല. 16 മുതൽ മീനം ലാസ്റ്റ് വരെയുള്ള മാസങ്ങൾ പാടില്ല. ഇനി അടുത്ത് മുഹൂർത്ത ലഗ്നം. ഏതൊക്കെ ലഗ്നം എടുക്കാം? മേടം രാശി എടുത്തേ കൂടാ. മേടം വർജിക്ക, വേളിക്ക് കൊള്ളുന്നു ആഴ്ചയൊക്കവേ എന്നാണ് പറയുന്നത്. മേടം രാശിയിൽ മുഹൂർത്തം കുറിച്ച് കൊടുക്കുകയോ ചെയ്യരുത്, എന്ത് വന്നാലും. കാരണം അങ്ങനെ ഒരു അനുഭവം എൻ്റെ കുടുംബത്തിലുണ്ടായി. ഒരു വിദഗ്ധനായ ഒരു നമ്പൂതിരി മേടം രാശിയിൽ കുറിച്ച് കൊടുത്തിട്ട് അയാൾ ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞു. ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടത്തുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കുറിച്ചു. 9ാമത്തെ മാസം കല്യാണം കഴിഞ്ഞ് 9ാമത്തെ മാസം പയ്യൻ ആക്സിഡന്റിൽ മരിച്ചു. മരിക്കാൻ അയാൾക്ക് ആയുസ് അത്രേ കാണുള്ളൂ, അത് വേറെ വിഷയം. എന്നാലും നമ്മൾ അത് നോക്കിയാൽ പോരല്ലോ. നമ്മൾ മുഹൂർത്തം കുറിച്ച് കൊടുക്കുന്നത് നമ്മൾ നോക്കണ്ടേ. മേടത്തിൽ കുറിച്ച് കൊടുക്കും. മീനത്തിൽ സമയം ഉണ്ടായിരുന്നു, മീനത്തിൽ കൊടുക്കാതെ മേടത്തിൽ കൊടുത്തു. മീനം രാശിയിലെ സമയം ഉണ്ടായിരുന്നു, മേടൻ രാശിയിൽ ഉച്ചയ്ക്ക് കുറിച്ച് കൊടുത്തു. മേടൻ രാശി മുഹൂർത്ത ലഗ്നമായി എടുക്കരുത്. അത് ആദ്യം അറിയണം. ബാക്കി ഏത് രാശി എടുത്തിരുന്നാലും മേടൻ രാശി എടുക്കരുത്. ഉത്തമമായ രാശി മുഹൂർത്ത പദവിയിൽ, മാധവീയത്തിലൊക്കെ പറയുന്നതും മുഹൂർത്ത പദവിയും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഉത്തമമായ രാശി എന്ന് ഉദ്ദേശിക്കുന്നത് മിഥുനം, കന്നി, തുലാം. ഇത് 3ആണ് ഉത്തമ രാശികൾ. മിഥുനത്തിനും കന്നിക്കും തുലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പറയണം? മിഥുനം 2-3 പ്രത്യേകതയുണ്ട്. മിഥുനം, കന്നി, തുലാം. മിഥുനം, കന്നി, തുലാം മനുഷ്യരാശികളാണ്. മനുഷ്യരാശികളിൽ ഇനി ഒരു രാശി കൂടി കൊണ്ട് കുംഭം. മനുഷ്യരാശിയും ശുഭരാശിയും. ശുഭന്മാരുടെ രാശിയും മനുഷ്യരാശിയാണ് മിഥുനം, കന്നി, കുംഭം. മിഥുനം, കന്നി, തുലാം 3 രാശിയാണ് ഉത്തമ രാശി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി
ഇടവം, കർക്കടകം, ധനു, മീനം. ഇതും എടുക്കാം. ഇതും മധ്യമരാശി എന്ന് പറയുന്നത്. മധ്യമരാശിയാണെങ്കിലും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ രാശിയൊക്കെ എടുക്കേണ്ടി വരും. അതാണ് ഇന്നത്തെ ഓരോ സമയത്തിന്റെ പ്രത്യേകത. ഇടവം, കർക്കടകം, ധനു, മീനം ഈ 4 രാശിയും മധ്യമ രാശിയായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ രാശി നല്ല രാശി എന്ന് ചോദിച്ചാൽ ഇടവം, മിഥുനം, കർക്കടകം, കന്നി, തുലാം, ധനു, മീനം ഈ 7 രാശി ഒന്ന് നോക്കിക്കോളൂ. വേണമെങ്കിൽ സൈഡിലൊന്ന് എഴുതിക്കൊള്ളണം. പെൻസിൽ കൊണ്ടൊന്ന് സൈഡിൽ മാർജിനിലൊന്ന് എഴുതണം. ഇടവം, മിഥുനം, കർക്കടകം. ഇട, മിഥു, കറന്നിട്ടാൽ മതി. ഇടവം, മിഥുനം, കർക്കടകം, കന്നി, തുലാം, ധനു, മീനം ഈ 7 രാശിക്ക് എന്താണ് പ്രത്യേകത? ശുഭന്മാരുടെ രാശി. ശുഭനാണ് രാശി. അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ ശുഭന്മാരുടെ രാശി എടുക്കുക. അത്ര തീർന്നു. ചുമ്മാ കാണാൻ പഠിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിലും മനുഷ്യരാശിയാണെങ്കിൽ ബെസ്റ്റ്. അതിൽ കുംഭം പാടില്ല. മനുഷ്യരാശിയിൽ വലിയ രാശിയിൽ കുംഭം വരില്ല. അത് പാപരാശിയിൽ പോയി. ശുഭന്മാരുടെ രാശി ബെസ്റ്റ്. ഇപ്പോഴ് നമുക്കിതിപ്പം മിഥുന മാസമാണ്. ഒരു രസത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന് കാര്യമായിട്ട് അന്ന് അറിഞ്ഞിരിക്കണം. മിഥുന മാസത്തില് മിഥുനം രാശി എടുക്കാൻ പറ്റുമോ? ഏർലി മോർണിംഗ് ആയിരിക്കും. രാവിലെ 7-7:30 ആകുമ്പോൾ രാശി തീരുന്നു. എങ്ങനെ കല്യാണം നടത്തിയാൽ എത്ര പേര് വരും? എത്ര പേര് വരും? അല്ല എങ്ങനെ നടത്തും? പിന്നെ ഇടവൻ രാശി എടുക്കാൻ പറ്റുമോ? ഇടവൻ രാശി വെളുപ്പിന് വരും. 4 മണി മുതലൊക്കെ വരും. 3:45, 4 മുതലൊക്കെ വരും. 4 മുതൽ വരും ഇടവൻ രാശി. വെളുപ്പാൻ രാവിലെ 4 മണിക്കൊക്കെ കല്യാണം. ഇപ്പോൾ ആരും അങ്ങനെ വയ്ക്കാറില്ല. പണ്ട് കാലങ്ങളിൽ വെളുപ്പാൻ രാവിലെയും രാത്രിയൊക്കെ കല്യാണം നടത്തും. ഇപ്പോഴാരും അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ കേരളത്തൊന്നും ഇല്ല. അതൊന്നും ആരും ചെയ്യാറില്ല. അപ്പോഴിങ്ങനെയൊക്കെയുള്ള അപ്പോഴൊക്കെ നമ്മൾ 3 രാശിയാണ് ഉത്തമമെന്ന് പഠിച്ചു. 3 രാശി എന്ന് പറയുമ്പോൾ ഇടവം, മിഥുനം, മിഥുനം, കന്നി, പിന്നെ തുലാമെന്ന് പഠിച്ചപ്പോൾ മിഥുനം രാശി എടുത്താൽ ഏർലി മോർണിംഗ് ആവും. ഇടവൻ രാശി എടുത്തു കഴിഞ്ഞാൽ വെളുപ്പാൻ രാവിലെ ആവും. ആ 2 രാശിയും ഈ മാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നടക്കൂല. ഇനി കർക്കടകം എടുക്കാനും പറ്റില്ല. കർക്കടകം എടുത്താലും രാവിലെ 7:30 മുതൽ 9:30 വരെ കിട്ടും. അതെടുക്കാനും പ്രയാസമാണ്. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരുടെ സൗകര്യമാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ് കന്നി രാശി എടുക്കാം. കന്നി രാശി എടുക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് നോക്കണം. 7-ൽ ആര് നിൽക്കണം നോക്കണം. കന്നിയുടെ 7-ൽ ആര്? സൂര്യൻ. കന്നിയുടെ 7. കന്നി രാശി എടുത്താൽ കന്നിയുടെ 7-ൽ ആരെന്ന് ചോദിക്കും. ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ 7 ഗ്രഹങ്ങൾ ആരും പാടില്ല. പാപഗ്രഹങ്ങൾ പ്രത്യേകിച്ചും. അപ്പോഴെങ്ങനെ? ഇതാണ് തന്നെ. ഒരുപാട് നിയമങ്ങളുണ്ട്. നിയമം പാലിക്കുമ്പോൾ അതും എടുക്കാൻ പറ്റില്ല. ചിങ്ങം എടുക്കാൻ പറ്റുമോ നോക്കണം. ചിങ്ങം 7-ൽ ഗ്രഹങ്ങൾ ആരും പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ചിങ്ങത്തിന്റെ 7-ൽ ആര്? ശനി. 8-ൽ രാഹു. 7-ഉം 8-ഉം തൊടാൻ പാടില്ല. 7-ൽ ഗ്രഹങ്ങൾ ആരും പാടില്ല. പിന്നെ സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തർക്കിച്ചൊക്കെ നിൽക്കാം. 8-ൽ രാഹു നിൽക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കർക്കടകം എടുത്താൽ ഏർലി മോർണിംഗ് ആവും. ചിങ്ങം എടുക്കാൻ പറ്റില്ല. കന്നി എടുക്കാൻ പറ്റില്ല. പിന്നെ വേണം തുലാം എടുത്തു നോക്കണം. തുലാം 7-ൽ ആര്? പിന്നെ എപ്പോഴെടുക്കും? എല്ലാം കൂടി കഴിഞ്ഞ് പോകുമ്പോ നേരം വൈകുന്നേരമാവും. 4 മണി കഴിയും. മുഹൂർത്തം പടപടായിട്ട് കല്യാണം ഇഷ്ടം പോലെ നടക്കുകയും ചെയ്യുന്നുണ്ട്. കുറിച്ച് തള്ളിക്കൊടുക്കും. വേണമെന്നുള്ളൊരു ഉത്തമമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കും. ഇതൊക്കെയാണ് കുഴപ്പം. എല്ലാം കൂടി പഠിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം കൂടി പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു രസത്തിനാണ് പറഞ്ഞത്. അപ്പോൾ രാശികള്
ശുഭന്മാരുടെ രാശി വളരെ നല്ലതാണ്, ഉത്തമമായിട്ട് എടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ചിങ്ങം രാശി എടുക്കുകയാണെങ്കിൽ അവിടെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ചിങ്ങം രാശി എടുക്കാവുന്നുണ്ട്. എന്നാലും നമ്മൾ എടുക്കാറുണ്ട്, ചിങ്ങം രാശിയൊക്കെ എടുക്കും. വ്യാഴം ലഗ്നത്തിൽ നിന്നാൽ ചിങ്ങം രാശി എടുക്കാം. മകരവും കുംഭത്തിലും ശുക്രൻ നിന്നാൽ എടുക്കാം. മകരവും കുംഭം രാശി നിൽക്കണമെങ്കിൽ ശുക്രൻ നിൽക്കണമെന്നാണ്. ശുക്രൻ മകരം കുംഭം രാശികളിൽ ശുക്രൻ നിന്നാൽ മകരം കുംഭം എടുക്കാം. അപ്പോൾ 7 ശുഭന്മാരുടെ രാശി 7 എടുക്കാം. ശുഭന്മാരുടെ രാശി 7 ഉത്തമമായിട്ട് എടുക്കാം, കുഴപ്പമില്ല. ചിങ്ങത്തിൽ വ്യാഴം നിന്നാൽ എടുക്കാം, 8 മകരം കുംഭത്തിൽ ശുക്രൻ നിന്നാൽ എടുക്കാം, 10 പിന്നെ 2 രാശിയുണ്ട് ബാക്കി. മേടം എടുക്കരുത് എന്ന് തന്നെ പറയുന്നു, 11. വൃശ്ചികത്തിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല, എന്നാലും വൃശ്ചികവും എടുക്കാറുണ്ട്. നമ്മൾ മേടം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ രാശിയും എടുക്കാറുണ്ട്. എടുത്തില്ലെങ്കിൽ വിവാഹം നടത്താൻ പറ്റൂല, അതാണ് ഇന്നത്തെ അവസ്ഥ. ഈ മണ്ഡപത്തിന്റെ ഒരു പ്രശ്നം വരുന്നതിൽ വലിയ പ്രയാസമാണ്. പണ്ട് കാലത്ത് അങ്ങനെയില്ല, വീട്ടിൽ വെച്ചായിരുന്നു വേളി നടക്കുന്നതൊക്കെ, വീട്ടിൽ വെച്ചായതുകൊണ്ട് ഓരോരുത്തരും അവരവരെ സൗകര്യം പോലെ അങ്ങ് നടത്തും. വരുന്നവർ വരട്ടെ, വരാത്തവർ വരണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് നടത്തും. ഇന്നിപ്പോൾ അതിന് പറ്റൂല, മണ്ഡപം കിട്ടിയില്ല. മണ്ഡപം കിട്ടുന്ന മാത്രമല്ല, നമ്മുടെ സൗകര്യപ്രദമായ മണ്ഡപം കിട്ടണം. നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ ഉൾക്കൊള്ളണം. ഒരു 2-3 തവണ കൊണ്ട് ആൾക്കാർക്ക് വരുന്നവർക്ക് ആഹാരം വിളമ്പി കൊടുക്കണം, സ്വീകരിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, വണ്ടി ഒതുക്കാനുള്ള സൗകര്യങ്ങൾ വേണം. ഉള്ള മണ്ഡപമാണ് ഓരോരുത്തർക്ക് ആവശ്യം. ഇതൊക്കെ ഒരുപാട് നീണ്ട പ്രശ്നങ്ങളാണ്. ഒരു രാശി മുഹൂർത്ത ലഗ്നം, ഇതാണ് ഞാൻ പറഞ്ഞത്, ശുഭന്മാരുടെ രാശികൾ. അതായത് ഇടവം, മിഥുനം, കർക്കടകം, കന്നി, തുലാം, ധനു, മീനം ഉത്തമം. ചിങ്ങം രാശി എടുക്കണമെങ്കിൽ അവിടെ വ്യാഴം നിൽക്കണം. നിൽക്കുന്നതിന് വരെ നോക്കിയാലും മതി എന്ന് സങ്കല്പിച്ചോളാം. നിൽക്കുന്നതിന് വരെ നോക്കിയാലും മതി. ഈ വർഷം അടുത്ത വർഷം ഒന്നും നടക്കൂല. ഇപ്പോഴും ചിങ്ങത്തില് വ്യാഴം സ്ഥിതിയുമില്ല, ദൃഷ്ടിയുമില്ല. അടുത്ത വർഷവും കിട്ടൂല, അതിന്റെ അടുത്ത വർഷവും കിട്ടൂല, പിന്നെ അതിന്റെ അടുത്ത വർഷം കിട്ടും. ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കലേ കിട്ടുള്ളൂ. ചിങ്ങത്തിൽ വ്യാഴം നിന്നാൽ എടുക്കാം. തുലാത്തിലും മകരത്തിലും കുംഭത്തിലും ശുക്രൻ നിന്നാൽ എടുക്കാം. മേടം എടുക്കാൻ പാടില്ല. വൃശ്ചികത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും വൃശ്ചികം എടുക്കാറുണ്ട്. ഇതാണ് മുഹൂർത്ത ലഗ്നത്തിനെ കുറിച്ച് പറയുന്നത്. മുഹൂർത്ത ലഗ്നം പഠിച്ചു. ഇനി കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. സാറേ, ഈ അഭിജിത്ത് ചേർത്തെടുത്താൽ ഈ ദോഷങ്ങൾക്കൊല്ല പരിഹാരമാവോ സാർ? അത് നമ്മൾ കുറെ പഠിച്ചല്ലോ. കുറെ ദോഷങ്ങൾ വരുന്നതിന് നമ്മൾ പരിഹാരം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കേന്ദ്രത്തിൽ ശുഭന്മാര് നിൽക്കുക, അതാണ് അതിന് ഏറ്റവും നല്ലത്. ലഗ്ന കേന്ദ്രങ്ങളിലോ വ്യാഴമൊക്കെ നിന്ന് കൊടുത്ത്, ഇപ്പൊ ചിങ്ങൻ രാശി വേണമെങ്കിൽ എടുക്കാം. ലഗ്നത്തിലെ കേന്ദ്രത്തിൽ വ്യാഴമുണ്ട്, പക്ഷെ അവിടെയും ഒക്കെ സൂക്ഷിക്കണം. തർക്കിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തർക്കിക്കണം. വ്യാഴം ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ശനിയും രാഹുവും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ ആ വ്യാഴത്തിന് കഴിയുമോ എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. ആരുടെയും ചോദിക്കാനൊന്നും പോണ്ട. ശത്രുക്ഷേത്രത്തില് കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുകയാണ്, 7 ശനി നിൽക്കുകയാണ്, 8 രാഹു നിൽക്കുകയാണ്. ചിങ്ങൻ രാശി എടുക്കാൻ പറ്റുമോ? നമ്മൾ പഠിച്ചത് കുറെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും കേന്ദ്രത്തിൽ ഒരു ശുഭൻ നിന്നാൽ നല്ലത്, 2 ശുഭൻ നിന്നാൽ ഉത്തമം, 3 പേര് നിന്നാൽ അത്യുത്തമം എന്നാണ് പഠിച്ചത്. ഇവിടെ 7 ഗ്രഹങ്ങൾ ആരും പാടില്ല. അതിപ്പോ പഠിക്കാൻ പോണ അതാണ്. 7 ഗ്രഹങ്ങൾ ആരും പാടില്ല എന്നാണ്. മുഹൂർത്ത ലഗ്നത്തിന്റെ 7 ഗ്രഹങ്ങൾ പാടില്ല. അഷ്ടമത്തില് പാപന്മാർ പാടില്ല, പ്രത്യേകിച്ച് രാഹുവും ചൊവ്വയും പ്രത്യേകിച്ച് പാടില്ല. പ്രത്യേകിച്ച് രാഹുവും ചൊവ്വയും പ്രത്യേകിച്ച് വരരുത്. പാവനേ വരരുത്, അഷ്ടമത്തിൽ പാപൻ വരരുത്. രാഹുവും ചൊവ്വയും പ്രത്യേകിച്ച് ഒഴിവാക്കണം. വിവാഹത്തിന് 7ാം ഭാവം ശുദ്ധമാകണമെന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ ആരും നിൽക്കരുതെന്നാണ്. ശുദ്ധം എന്ന് വെച്ചാൽ ശുഭന്മാരെന്നുള്ള അർത്ഥമല്ല. ശുദ്ധം എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ ആരും നിൽക്കരുത്. 7 ഗ്രഹങ്ങൾ ഒരുത്തരും പാടില്ല എന്നാണ്. 8ാം ഭാവം ശുദ്ധിയാവണം. പ്രത്യേകിച്ച് രാഹുവും ചൊവ്വയും 8ൽ വരികയെ പാടില്ല. 8ലെ പാവന്മാർ വരരുത്. ഇതാണ് അതിന്റെ നിയമം. അപ്പോൾ ചിങ്ങൻ രാശി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരമായിട്ട് നമ്മൾ പഠിച്ചത്, ഇങ്ങനെ കുറെ ദോഷം വന്നാലും, സാറത് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്, പരിഹാരമായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ശുഭൻ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ പരിഹാരമായി എന്നാണ്. ഇപ്പോൾ നമുക്ക് 10ല് ചിങ്ങൻ രാശി എടുത്തു കഴിഞ്ഞാൽ 10ല് വ്യാഴം നിൽപ്പുണ്ട്, ഒരു പരിഹാരമായി. പക്ഷെ 7ൽ നിൽക്കുന്ന ശനിക്കും 8ൽ നിൽക്കുന്ന രാഹുവിനും ഒക്കെ പരിഹാരമാകുമോ? ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം, അത് ചിന്തിച്ചെടുത്തോളണം. അതൊന്നും ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അതിന് പറ്റുള്ളൂ, അല്ല വലിയ വലിയ ദോഷങ്ങൾക്കൊന്നും. അത് നമ്മൾ സ്വയം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.
അഭിജിത്ത് എന്ന് പറയുന്നതൊന്നും ഒരു ഭയങ്കരപ്പെട്ട പോസിറ്റീവ് ഒന്നുമല്ല. എല്ലാത്തിന്റെയും കൂട്ടത്തിൽ അഭിജിത്തും കൂടി ഇരിക്കുക, നല്ല ഒരു കോര വരിക, അതൊക്കെ പഠിപ്പിച്ചവഴേ പറഞ്ഞു. അഭിജിത്ത് മുഹൂർത്തം കൊടുത്തു, കോര നല്ല കോര വരുന്നാൽ എല്ലാത്തിനും കൂടി ഒരു പരിഹാരമാകുമെന്ന് പറയാം. ഇന്ന് കടുത്ത ദോഷങ്ങൾക്കൊന്നും പരിഹാരം വരില്ല. ഒരു 7ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ആരും പാടില്ല. അഷ്ടമശുദ്ധി വേണം. പ്രത്യേകിച്ച് രാഹുവും ചൊവ്വയും പ്രത്യേകിച്ച് നിൽക്കരുത്. മാസത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് മുഹൂർത്തം കുറിച്ച നക്ഷത്രത്തില് ഏതെങ്കിലും നിൽക്കുന്ന ആ മാസവും മുഴുവൻ കർക്കിടക കന്നിമാസവും പാടില്ല. കുംഭമാസവും ധനുമാസവും സൂര്യാതിൽ വെച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം മുഹൂർത്തം നിശ്ചയിച്ച നക്ഷത്രത്തിൽ, നമ്മൾ 11 നക്ഷത്രം പറഞ്ഞല്ലോ, ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹവും നിൽക്കരുത്. ചന്ദ്രനെ പോയിട്ട് വേറെ ഒരു ഗ്രഹവും നിൽക്കരുത്. നിൽക്കുന്നെങ്കിൽ ആ നക്ഷത്രത്തിനെയും വർജിക്കണം. ഇത് പറഞ്ഞ മനസ്സിലായോ? മുഹൂർത്തത്തിന് നമ്മളിപ്പം മകയിര നക്ഷത്രം മുഹൂർത്തത്തിന് എടുത്തു. ആ മകയിര നക്ഷത്രത്തില് ഒരു ഗ്രഹവും നിൽക്കരുത് എന്ന്. അതങ്ങനെ കണ്ടുപിടിക്കും? രാശിയിലെ സ്ഫുടം വെച്ച് കണ്ടുപിടിക്കും സാർ. രാശിയുടെ സ്ഫുടം വെച്ച് കണ്ടുപിടിക്കണം. നമ്മൾ മുഹൂർത്തം കുറിക്കുന്ന നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കാം. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് മുഹൂർത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രന് വഴിയുടെ സൂര്യാദി ഗ്രഹങ്ങളൊന്നും നിൽക്കരുത്. എങ്കിൽ ആ നക്ഷത്രം എടുക്കരുത്. 11 നക്ഷത്രം എടുത്തു. ഈ നക്ഷത്രത്തിലൊന്നും ഒരു ഗ്രഹവും നിൽക്കരുത്. സൂര്യാദി ഗ്രഹങ്ങളൊന്നും. സൂര്യാദി ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ചന്ദ്രനെ ഒഴിവാക്കി. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണല്ലോ നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രഹവും നിൽക്കുക, എങ്കിൽ ആ നക്ഷത്രം എടുക്കരുത്. ഇനി മുഹൂർത്ത കുറിച്ച ദമ്പതികളുണ്ടല്ലോ, ദമ്പതികളില് പുരുഷന്റെ ജന്മനക്ഷത്രം എടുക്കരുത്. 3, 5, 7 നക്ഷത്രം വർദ്ധിക്കണം. പുരുഷന്റെ ജന്മനക്ഷത്രം എടുക്കരുത്. സ്ത്രീയുടെ ജന്മനക്ഷത്രം എടുത്തോളാം. പുരുഷന്റെ ജന്മനക്ഷത്രം എടുക്കരുത്, സ്ത്രീയുടെ ജന്മനക്ഷത്രം എടുക്കാം. ഇപ്പം പുരുഷൻ പുണർദം മകം നക്ഷത്രം ഒന്ന് കണക്കാക്കുക. ഇപ്പം മകം നക്ഷത്രം വിവാഹത്തിന് എടുക്കാമെന്നുള്ള നക്ഷത്രമാണ്. പക്ഷെ പുരുഷന്റെ നക്ഷത്രം മകമാണെങ്കിൽ എടുക്കരുത്. മകം ഔട്ടായി. ഈ 11 നക്ഷത്രത്തിന്റെ അകത്താണ് സെലക്ഷൻ നടക്കുന്നത്. 11 നക്ഷത്രത്തില് മകം എന്ന് പറയുന്നത് മകം ഉത്തിരത്തവും. മകം നക്ഷത്രം നമുക്ക് വിവാഹത്തിന് എടുക്കാം. പക്ഷെ പുരുഷന്റെ നക്ഷത്രം മകമാണെങ്കിൽ എടുക്കരുത്. ഔട്ടായി. ഇനി ഒരു കാര്യം കൂടെ, വേറെ ഒരു വേദമുണ്ട്, ശലാക വേദം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടോ? അതൊക്കെ നോക്കിയാൽ കാര്യം നടക്കൂല. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 8 ജോഡി, ഉത്രാടത്തിന് മകയിരം, അഭിജിത്തിന് രോഹിണി, മകത്തിന് തിരുവോണം, മൂലത്തിന് പുണർദം, ചതയത്തിന് ചോതി, രേവതിക്ക് ഉത്തരം, അനിഴത്തിന് ഭരണി, ഉത്രട്ടാതിക്ക് അത്തം. ഇങ്ങനെ ശലാകവേദം. ഇതില് ഇപ്പൊ മകയിരം നക്ഷത്രത്തില് എടുക്കുമ്പോൾ മകയിരത്തിന്റെ ശലാകവേദം ഉത്രാടം. ഉത്രാടത്തിലെ ഗ്രഹങ്ങൾ നിന്നാൽ മകയിരം എടുക്കരുത്. അതൊന്ന് എഴുതി തരാം എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും കൂടുതൽ നോക്കരുത്. അത് നോക്കണമെങ്കിൽ ഒക്കെ ഒന്ന് കാണാതെ പഠിക്കാനൊക്കെ ഇത്തിരി പാടാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റൂല. മുഹൂർത്തം എടുക്കാൻ നടക്കൂല. അതായത് ഭരണിക്ക് അനിഴമാണ് ശലാകവേദം. ഭരണിക്ക് അനിഴം. അനിഴം നക്ഷത്രം വിവാഹത്തിന് നമ്മൾ എടുക്കുമ്പോൾ ഭരണിയിൽ ഒരു ഗ്രഹം നിന്നാൽ അനിഴം എടുക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഇട്ട് പറയാം. അനിഴം നക്ഷത്രം വിവാഹത്തിന് എടുക്കുന്ന നക്ഷത്രമാണ്. അതിന്റെ ശലാകവേദം വരുന്നത് ഭരണിയാണ്. അപ്പോൾ ഭരണിയിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ, ഭരണിയിൽ ഇപ്പം ഗ്രഹം നിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. ചൊവ്വ നിൽക്കുന്ന ഭരണിയിലല്ലേ? ചൊവ്വ നിൽക്കുന്നത് ഭരണിയിലെല്ലാം വരും. ഭരണിയിൽ വരും. ഭരണി എന്ന് പറയുമ്പോൾ ഭരണിയുടെ രാശി ഏതെന്ന് നോക്കണം. മേടൻ രാശി. മേടത്തിൽ ഗ്രഹം ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ വരണം. കുറെ ഐഡിയ വേണം. ഐഡിയ ഇല്ലാതൊന്നും വണ്ടി ഓടൂല്ല. അപ്പം നമ്മൾ അനിഴം നക്ഷത്രം എടുത്തു. അനിഴത്തിന്റെ ശലാകവേദം എന്ന് പറയുന്നത് ഭരണിയാണ്. അനിഴം നക്ഷത്രം മുഹൂർത്തത്തിന് എടുക്കുമ്പോൾ ഭരണിയിൽ ഗ്രഹം നിൽക്കരുത്. ഭരണിയിൽ ഗ്രഹം നിന്നാൽ അനിഴത്തിനെ വേദിക്കും. അങ്ങനെ 8 ജോഡിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 പേരുടെയും
ചന്ദ്രൻ 7-ാം രാശിയിലെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം എടുക്കരുത്. ഇത് ഒന്ന് കാണാതെ പഠിക്കണം. ഇത്രയേ ഉള്ളൂ. സ്ത്രീ പുരുഷന്മാരുടെ ചന്ദ്രരാശി, ജാതകത്തിലെ ചന്ദ്രരാശി, സ്ത്രീ പുരുഷന്മാരുടെ ജാതകത്തിലെ ചന്ദ്രരാശിയുടെ 7-ല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം വിവാഹം പാടില്ല. ഒന്ന് ആലോചിച്ചിട്ട് പറയണം ഇതെന്താണെന്ന്. നിങ്ങളുടെ മറുപടി കേൾക്കണം. സാറേ, 7-ലാണ് വിവാഹം. 7-ാം ഭാവം കൊണ്ടാണ് നമ്മൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് തന്നെ ഞാൻ ചോദിച്ചത് അതല്ല, ഇത് പ്രാക്ടിക്കബിൾ ആണോ എന്നാണ്. ഇപ്പൊ ചിങ്ങം രാശിയിൽ ജനിച്ച സ്ത്രീയും പുരുഷനും, സ്ത്രീ ചിങ്ങൻ രാശിയിൽ ജനിച്ചു, അല്ലെങ്കിൽ പുരുഷൻ ചിങ്ങൻ രാശിയിൽ ജനിച്ചു. അതിന്റെ 7 ആര്? സ്ത്രീയുടെ ജനന നക്ഷത്രം പൂരം എന്ന് കണക്കാക്കുക. പൂരം, സ്ത്രീയുടെ നക്ഷത്രം പൂരം. അപ്പോൾ അവളെ രാശി ഏത്? ചിങ്ങം. ചിങ്ങം തന്നെയല്ലോ. അതെ. ചിങ്ങത്തിന്റെ 7-ൽ ആരിക്കണേ? ഇപ്പോഴത്തെ സ്റ്റേജ് ആണ് നോക്കണ്ടേ. ഇപ്പോഴത്തെ സ്റ്റേജ് ശനി 2.5 വർഷം നിൽക്കും. 2.5 വർഷം കല്യാണം നടത്തണ്ടേ? ഇനി വൃശ്ചികൻ രാശി കണക്കാക്കുക. ഒരാൾ വൃശ്ചികൻ രാശിയിൽ ജനിച്ചു, 17-ാം നക്ഷത്രം, അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചു. പയ്യൻ തൃക്കേട്ട നക്ഷത്രം. അതിന്റെ 7 ഏത്? വൃശ്ചികത്തിന്റെ 7 ഏത്? ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നു. വ്യാഴം അവിടെ നിന്ന് മാറുന്നവരെ കല്യാണം നടക്കണ്ടേ? ഇതൊക്കെ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ, തടസ്സങ്ങൾ വരും. നമുക്ക് നോക്കാൻ പറ്റൂല. അവിടെയാണ് ശുഭഗ്രഹങ്ങൾ കേന്ദ്രത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. വലിയ ഇതൊക്കെയുള്ള ഇതൊന്നും ആരും നോക്കൂല. ഇപ്പോഴും നോക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ നക്ഷത്രം ഏതെന്ന് നോക്കി കുറിച്ചങ്ങ് തള്ളിക്കൊടുക്കും. അത്ര തന്നെ. ഈ മുഹൂർത്തത്തിന് ആധികാരികത ഉണ്ടോ, അല്ല ആരെങ്കിലും കൂട്ടിച്ചേർത്താണോ? നല്ല സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. നല്ല സമയത്ത്, ഉത്തമമായ സമയത്ത് ഒരു പ്രവൃത്തി ചെയ്താൽ നന്നായിരിക്കും. അതിന് ഓരോന്നിനും ഓരോ കാര്യങ്ങളും, ഓരോത്തിനും ഓരോ മുഹൂർത്തത്തിനും ഓരോ പ്രത്യേകതകൾ നിർണയിച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. എങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം വിവാഹത്തിന് ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നു. ഈ മാസങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, നക്ഷത്രം ഇങ്ങനെ തീരുമാനിച്ചു. ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് അറിയില്ല. പഴയകാല ആചാര്യന്മാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ല പുതിയ ആൾക്കാരുണ്ടാക്കിയതാണോ? അതായത് ആ ഒരു രസത്തിന് വേണ്ടി പറയാം, എന്റെ മനസ്സിനകത്ത് തോന്നുന്നു പറയാം. കർക്കടകം എന്ന് പറയുന്നത് പഞ്ചമാസമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൃഷിയൊക്കെ ഇട്ടിട്ട് പിന്നെ വരുന്ന ഒരു മാസമാണ് പഞ്ചമാസം എന്ന് പറയും. ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉണ്ടാവുന്ന മാസവും മഴയുടെ മാസവുമാണ്. ആ മാസത്തെ പുറത്തിറങ്ങാൻ പറ്റൂല. പഞ്ചമാണ്. അതിന് കന്നി വരുമ്പം കൊയ്ത്ത് വരും. കന്നി കൊയ്ത്ത്. ധനു വരുമ്പോൾ വീണ്ടും വയല് നടവും കാര്യവും വരുന്നതാണ്. കുംഭമാസം വരുമ്പോഴും കുംഭക്കൊയ്ത്ത്. ഇതൊക്കെ കൊണ്ടായിരിക്കാം അതിനൊക്കെ അങ്ങ് ഒഴിവാക്കിയത്. കൊയ്ത്തും കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒഴിവാക്കിയെന്നാണ് നമുക്ക് തോന്നുന്നത്. വേറെയും കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഇതിന് വലിയ ലോജിക്ക് എന്താണെന്നുള്ളത് നമുക്കല്ല. പിന്നെ ഒരു ആചാരമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ പറഞ്ഞത്, പിന്നെ ഗുരു ശുക്രന്മാർക്ക് മൗഢ്യമുള്ള കാലവും മൗഢ്യം കഴിഞ്ഞ് 7 ദിവസവും പാടില്ല. 7-ൽ 5 ദിവസമെങ്കിലും ഒഴിവാക്കണം. ഗുരു ശുക്രന്മാരുടെ ബാല്യ വാർദ്ധക്യങ്ങൾ വളരെ സൂക്ഷിക്കണം. വിവാഹത്തിന് അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗുരു ശുക്രന്മാരുടെ ബാല്യ വാർദ്ധക്യങ്ങൾ. വാർദ്ധക്യം എന്ന് വെച്ചാൽ എന്താണ്? വാർദ്ധക്യം എന്ന് ഉദ്ദേശിക്കുന്നത് മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലം. മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലവും മൗഢ്യം കഴിഞ്ഞ് 7 ദിവസവും ഒഴിവാക്കിയേ പറ്റുള്ളൂ. 7 ദിവസത്തിൽ 5 ദിവസം കൂടി ഒഴിവാക്കണം. ബാല്യം എന്ന് ഉദ്ദേശിക്കുന്നത് അതിബാലൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ പ്രശ്നത്തില്. മൗഢ്യം കഴിഞ്ഞ് ഉദിക്കുന്ന ദിവസം അതിബാലൻ, പിന്നെ 7 ദിവസം ബാലൻ. അത് രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലവും മൗഢ്യം കഴിഞ്ഞ് 7 ദിവസവും മുഹൂർത്തത്തിന്, പ്രത്യേകിച്ച് വിവാഹത്തിന് ഒഴിവാക്കണം. പിന്നെ ശലാകവേദം ഒന്ന് ഒഴിവാക്കണം. അതും കൂടി ബാക്കിയുള്ളതൊക്കെ നോക്കണം. ജന്മരാശിയുടെ 7-ൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലവും ഒഴിവാക്കണം. സ്ത്രീ പുരുഷന്മാരുടെ ജന്മരാശിയിലെ 7-ല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലവും ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ്, നക്ഷത്രം.
ലേറ്റായിട്ട് വന്നവർക്കും കൂടി കേൾക്കാനാണ് പറയുന്നത്. വിവാഹ രോഹിണി മാനും, വിവാഹത്തിന് രോഹിണി മകയിരം, മാനം വെച്ചാൽ മകയിരവും, രോഹിണി മാനും, മകം ഉത്തിരത്തവും, മകം ഉത്തരം അത്തവും, ചോതിയോട് അനിഴം മൂലം, ചോതി അനിഴം മൂലം, ഉത്രാടം, ഉത്രട്ടാതി രേവതി 11 വിവാഹത്തിന്റെ മുഹൂർത്തങ്ങൾ. ഇതിനകത്ത് വരന്റെ ജന്മനക്ഷത്രം എടുക്കരുത്. ഇതിനകത്താണ് വരന്റെ ജന്മനക്ഷത്രം വരുന്നെങ്കിൽ അത് എടുക്കരുത്. രണ്ടുപേരുടെയും 3, 5, 7 നക്ഷത്രങ്ങൾ എടുക്കരുത്. അഷ്ടമരാശി, ഇവരുടെ സ്ത്രീ പുരുഷന്മാരുടെ അഷ്ടമരാശി എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷന്മാരുടെ ജന്മരാശി, ജാതകത്തിലെ ജന്മരാശി വെച്ചാണ് കണക്കാക്കേണ്ടത്. അതിന്റെ അഷ്ടമരാശിയിൽ വരുന്ന നക്ഷത്രം എടുക്കരുത്. അഷ്ടമരാശിക്കൂറിൽ മുഹൂർത്തവും കുറിക്കരുത്. അഷ്ടമരാശിക്കൂറിൽ വരുന്ന നക്ഷത്രം എടുക്കരുത്. അഷ്ടമരാശിയിൽ മുഹൂർത്തവും കുറിക്കരുത്. ഇത്രയും നക്ഷത്രം. തിഥി, തിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമിയും കറുത്ത വാവും അഷ്ടമിയും എടുക്കരുത്. കൃഷ്ണാഷ്ടമി വിവാഹത്തിന് എടുക്കാം. പാപവാരങ്ങൾ എടുക്കരുത്. മാസം കർക്കടകം, കന്നി, ധനു, കുംഭം, മീനം 16 മുതലുള്ള കാലഘട്ടവും എടുക്കരുത്. കർക്കടകം, കന്നി, ധനു, കുംഭം, മീനം 16 മുകളിലുള്ള കാലവും എടുക്കരുത്. ഇനി ലഗ്നരാശി, ശുഭന്മാരുടെ രാശികളായ ഇടവം, മിഥുനം, കർക്കടകം, കന്നി, തുലാം, ധനു, മീനം നല്ലത്, ഉത്തമം. ചിങ്ങത്തിൽ വ്യാഴം ഉണ്ടെങ്കിൽ എടുക്കാം. കുംഭത്തിലും മകരത്തിലും കുംഭത്തിലും ശുക്രൻ നിന്നാൽ എടുക്കാം. മേടം രാശി എടുക്കരുത്. വൃശ്ചികത്തെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും എടുക്കാറുണ്ട്. പിന്നെ മുഹൂർത്ത ലഗ്നത്തിന്റെ 7 ഗ്രഹങ്ങളൊന്നും നിൽക്കരുത്. അഷ്ടമശുദ്ധി വേണം. അഷ്ടമശുദ്ധിയിൽ പ്രത്യേകിച്ച് അഷ്ടമത്തിലെ രാഹുവും ചൊവ്വയും നിൽക്കരുത്. ശലാകവേദം എന്ന് വെച്ചിരിക്കുന്നത് 8 നക്ഷത്രങ്ങൾ തമ്മിൽ വേദിക്കും. അതിൽ ഒരു നക്ഷത്രത്തിലെ ഗ്രഹം നിന്നാൽ മറ്റേ നക്ഷത്രം എടുക്കാൻ പാടില്ല. അത് എഴുതരാം. പിന്നെ അത് കഴിഞ്ഞു വരൻ ജനിച്ച നക്ഷത്രം എടുക്കരുത്. അർദ്ധരാത്രി, അത് ആരും ഇപ്പോൾ എടുക്കാറില്ല. ചന്ദ്രരാശിയുടെ ജാതകത്തിലെ ചന്ദ്രരാശിയുടെ 7 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലവും എടുക്കരുത്. എന്നിട്ട് എഴുതണം, ഇതിൽ കുറേയൊക്കെ ദോഷം വരുമെങ്കിലും ശുഭഗ്രഹങ്ങൾ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഉത്തമമാണ് എന്നുകൂടെ എഴുതിക്കൊള്ളു. എത്ര ഒന്ന് എഴുതാം. ഇത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നോട്ടാക്കി തരികയാണ്. ഒന്ന് വായിക്കണം, നന്നായിട്ട് വായിക്കണം. വായിച്ചിട്ട് ആ നോട്ടിനെ നമ്മൾ മുഹൂർത്തമൊക്കെ കുറിക്കാൻ സമയത്ത് നോട്ടിനെ കൂടി അടുത്ത് ഇട്ടേക്കണം. അല്ലെങ്കിൽ ഇതിന്റെ പുസ്തകം കൂടി അടുത്ത് വച്ചേക്കണം. വച്ചിരുന്നാലേ സംശയം ഉണ്ടെങ്കിൽ നോക്കിയെടുക്കാൻ വേണ്ടി. വിവാഹ മുഹൂർത്തം, ആദ്യം നക്ഷത്രം. ഈ ശ്ലോകത്തിന് എങ്ങനെയായിരിക്കുന്നത്? ഭാഷാ ശ്ലോകമാണ്. മുമ്പേ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ ശേഷം നോക്കിയിട്ടില്ല. ഇതിന് വാക്കുകൾ മാറ്റം വരുമോന്നറിയില്ല. വിവാഹ രോഹിണി മാനും, വിവാഹ രോഹിണി മാനും, മകം ഉത്തിരത്തവും, ചോതിയോടനിഴം മൂലം, ഉത്രാടം നന്ന്, നല്ലത് എന്നർത്ഥം. ഉത്രട്ടാതി രേവതി 11, ഉത്രട്ടാതി രേവതി. ഇതിനെങ്ങനെ ശ്ലോകമായിട്ട് പഠിക്കണം. വിവാഹരോഹിണിമാനും മകമുത്രത്വവും ചോതിയോടനിഴം മൂലം, ഉത്രാടം നന്ന്, ഉത്രട്ടാതി രേവതി 11 വിവാഹത്തിനെടുക്കാം.
മാനും എന്നുള്ളതിന്റെ മുകളിൽ മകയിരം എന്ന് എഴുതിക്കൊള്ളണം. മാനും എന്നുള്ളതിന്റെ മുകളിൽ ഒരു അടിയിൽ വര വരച്ചിട്ട് മകയിരം. ഉത്തിരത്തത്തിന്റെ മുകളിൽ ഉത്തരമത്തം എന്ന് എഴുതിക്കൊള്ളണം. ഉത്തിരത്തം എന്ന് വെച്ചാൽ ഉത്തരവും അത്തവും. അല്ല, മനസ്സിലാവാതെ പോകരുത്. ഉത്തരമത്തം. ഇതിങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിൽക്കില്ല, ഉറപ്പാണ്. അടുത്ത ലൈനിൽ ഈ നക്ഷത്രത്തിന്റെ ഉള്ളിൽ പുരുഷന്റെ ജന്മനക്ഷത്രം വന്നാൽ അതെടുക്കരുത്. പുരുഷന്റെ ജന്മനക്ഷത്രം വന്നാൽ ആ നക്ഷത്രം എടുക്കരുത്. പുരുഷന്റെ നക്ഷത്രം വന്നാൽ എടുക്കരുത്. സ്ത്രീയുടെ നക്ഷത്രം എടുക്കാം. സ്ത്രീയുടെ നക്ഷത്രം എടുക്കാം. രണ്ടുപേരുടെയും 3, 5, 7 നക്ഷത്രങ്ങളും എടുക്കരുത്. ഇതൊക്കെ നമ്മൾ എഴുതുന്നു. മുഹൂർത്തം കുറിക്കുമ്പോൾ ചിലപ്പം ചിലതൊക്കെ ചിറക്കൊക്കെ പോവും, ചിലതൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും. 3, 5, 7 നക്ഷത്രം എടുക്കരുത്. രണ്ടുപേരുടെയും ചന്ദ്രരാശിയിൽ നിന്ന് 8ാം രാശിയിലെ നക്ഷത്രങ്ങളും എടുക്കരുത്. ചന്ദ്രരാശിയിൽ നിന്ന് 8ാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളും എടുക്കരുത്. ഈ അഷ്ടമരാശിയിൽ മുഹൂർത്ത ലഗ്നവും വരരുത്. സാർ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയാമോ? ഈ അഷ്ടമരാശിയിൽ മുഹൂർത്ത ലഗ്നവും വരരുത്. ഈ അഷ്ടമരാശിയിൽ മുഹൂർത്ത ലഗ്നവും വരരുത്. അടുത്ത ലൈനിൽ തിരി. റിക്തതിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമിയും ചതുർത്ഥി, ചതുർദശി, നവമിയും കറുത്ത വാവും അഷ്ടമിയും എടുക്കരുത്. അതിൽ സാർ ഇപ്പൊ പറയുന്നത് പറയാമോ? ചതുർത്ഥി, ചതുർദശി. ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമിയും എടുക്കരുത്. കറുത്ത അഷ്ടമി വിവാഹത്തിനെടുക്കാം. അടുത്ത വാരം.
പാപവാരങ്ങളായ ശനി, ചൊവ്വ, ഞായർ പാടില്ല. പാപവാരങ്ങളായ ശനി, ചൊവ്വ, ഞായർ പാടില്ല. മാസം സൗരമാസങ്ങളായ കർക്കടകം, കന്നി, ധനു, കുംഭം, സൗരമാസങ്ങളായ കർക്കടകം, കന്നി, ധനു, കുംഭം, മകരത്തിന്റെ 16 മുതലുള്ള ദിവസം, മീനത്തിന്റെ 16 മുതലുള്ള ദിവസങ്ങളും പാടില്ല. സൗരമാസങ്ങളായ കർക്കടകം, കന്നി, ധനു, കുംഭം, മീനം 16 മുതൽ അവസാനം വരെയുള്ള കാലവും പാടില്ല. മീനം 16 മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങളും പാടില്ല. അടുത്ത മുഹൂർത്ത ലഗ്നം. ഇടവം, മിഥുനം, കർക്കടകം. കന്നി, തുലാം, ധനു. ഇടവം, മിഥുനം, കർക്കടകം. കന്നി, തുലാം, ധനു, മീനം എന്നീ രാശികൾ ഉത്തമം. ബ്രാക്കറ്റിൽ ശുഭന്മാരുടെ രാശികൾ. ബ്രാക്കറ്റിൽ ശുഭന്മാരുടെ രാശികൾ. ബ്രാക്കറ്റിൽ ശുഭന്മാരുടെ രാശികൾ. ചിങ്ങം രാശിയിൽ വ്യാഴം നിന്നാൽ എടുക്കാം. ചിങ്ങം രാശിയിൽ വ്യാഴം നിന്നാൽ എടുക്കാം. മകരം, കുംഭത്തിൽ ശുക്രൻ നിന്നാൽ എടുക്കാം. മകരം, കുംഭത്തിൽ ശുക്രൻ നിന്നാൽ എടുക്കാം. മേടം രാശി എടുക്കാൻ പാടില്ല. അത് അടിയിൽ വരച്ചോളണം. മേടം രാശി മുഹൂർത്ത ലഗ്നമായി എടുക്കരുത്. അടിയിൽ വരച്ചോളണം. മേടം രാശി മുഹൂർത്ത ലഗ്നമായി എടുക്കരുത്. വൃശ്ചികം രാശി എടുക്കാറുണ്ട്. എടുക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ പക്ഷേ എടുക്കുന്നുണ്ട്. വൃശ്ചികം രാശി നിവർത്തിയില്ലാതെ വരുമ്പോൾ വൃശ്ചികം രാശി എടുക്കും. ചൊവ്വയുടെ രാശി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒഴിവാക്കി വിട്ടത്. വൃശ്ചികം രാശി ഒരു മുഹൂർത്തത്തിനും എടുക്കാറില്ല സാർ. വിവാഹത്തിന് എടുക്കരുത്. വിവാഹത്തിന് വേറെ ഒന്നും കുഴപ്പമില്ല. വണ്ടി വാഹനത്തിനും കാര്യത്തിനും കുഴപ്പമില്ല. വിവാഹത്തിന് എടുക്കാറില്ല. ഇതിനകത്ത് ഇതിലൊക്കെ സംഹിതയിലൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണും. ഇതിനകത്തൊന്നും ലോജിക്കുകൾ ഉണ്ട്. പക്ഷെ ആ ലോജിക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഏത് ബുക്കിൽ എവിടെ പറയുന്നു എന്നുള്ളതൊന്നും ഒരു പിടിയുമില്ല.
അടുത്തത് അടുത്ത പോയിന്റ്, മുഹൂർത്തം നിശ്ചയിക്കുന്ന നക്ഷത്രത്തിൽ മറ്റേതെങ്കിലും ഗ്രഹം നിന്നാൽ ആ നക്ഷത്രം എടുക്കരുത്. മറ്റേതെങ്കിലും നക്ഷത്രം നിന്നാൽ ആ നക്ഷത്രം എടുക്കരുത്. മറ്റേതെങ്കിലും നക്ഷത്രം നിന്നാൽ ആ നക്ഷത്രം എടുക്കരുത്. അടുത്ത ഗ്രഹം point. നിന്നല്ലേ സാർ? മറ്റൊരു ഗ്രഹം നിന്നാൽ, നക്ഷത്രമല്ല, മറ്റൊരു ഗ്രഹം നിന്നാൽ, തെറ്റിപ്പോയി പറഞ്ഞത്, തെറ്റിപ്പോയി. മറ്റൊരു ഗ്രഹം നിന്നാൽ എടുക്കരുത്. മറ്റൊരു ഗ്രഹം എന്ന് വെച്ചാൽ ചന്ദ്രൻ ഒഴിവായിട്ട്. ചന്ദ്രൻ നിൽക്കും, ചന്ദ്രനല്ലാതെ മറ്റൊരു ഗ്രഹവും നിൽക്കരുത്. അതൊന്ന് പറയാമോ സാറേ? മുഹൂർത്തം നിശ്ചയിച്ച നക്ഷത്രത്തിൽ മറ്റൊരു ഗ്രഹവും നിൽക്കരുത്. മറ്റേതെങ്കിലും ഗ്രഹം നിന്നാൽ ആ നക്ഷത്രം എടുക്കരുത്. മുഹൂർത്തം നിശ്ചയിച്ച നക്ഷത്രത്തിൽ മറ്റേതെങ്കിലും ഗ്രഹം നിന്നാൽ ആ നക്ഷത്രം എടുക്കരുത്. രോഹിണിയിൽ മുഹൂർത്തം കുറിച്ചു. രോഹിണിയിൽ ഒരു ഗ്രഹം കൂടി നിൽക്കുകയാണ്, ചന്ദ്രനല്ലാതെ മറ്റൊരു ഗ്രഹം നിന്നാൽ ആ നക്ഷത്രം എടുക്കാൻ പാടില്ല. ഗുരു ശുക്രന്മാരുടെ, അടുത്ത പോയിന്റ്, ഗുരു ശുക്രന്മാരുടെ ബാല്യ വാർദ്ധക്യങ്ങൾ വരുന്ന കാലഘട്ടം വിവാഹം നടത്തരുത്. ഗുരു ശുക്രന്മാരുടെ ബാല്യ വാർദ്ധക്യ കാലങ്ങൾ വിവാഹം നടത്തരുത്. ഗുരു ശുക്രന്മാരുടെ ബാല്യ വാർദ്ധക്യ കാലങ്ങൾ എടുക്കരുത്. അതായത് മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലവും മൗഢ്യം കഴിഞ്ഞ് 7 ദിവസവും. മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലവും മൗഢ്യം കഴിഞ്ഞ് 7 ദിവസവും. അടുത്ത പോയിന്റ്, രണ്ടുപേരുടെയും ജന്മരാശിയുടെ 7-ൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം വിവാഹം നടത്തിക്കൂടാ. രണ്ടുപേരുടെയും ജന്മരാശിയുടെ 7-ൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന കാലം വിവാഹം നടത്തരുത്. ഇനി ശലാകവേദം ഒഴിവാക്കണം. ശലാകവേദം ഒഴിവാക്കണം.
ഇനി പറയുന്ന 2 നക്ഷത്രങ്ങളെയും ബ്രാക്കറ്റ് ഇട്ട് എഴുതിക്കൊള്ളും. ഉത്രാടം മകയിരം ഒരു ബ്രാക്കറ്റിനകത്ത് ഉത്രാടം കോമ മകയിരം ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതണം. ഇത് രണ്ടും വേദമുള്ള നക്ഷത്രങ്ങൾ. കോമ അഭിജിത്ത് രോഹിണി അടുത്തത് മകം തിരുവോണം അത് മൂലം പുണർദം അടുത്ത ചതയം ചോതി അടുത്ത രേവതി ഉത്രം അടുത്ത അനിഴം ഭരണി ഇത് ഉത്രട്ടാതി അത്തം ഈ ജോഡികളിൽ ഒരു നക്ഷത്രത്തിൽ ഗ്രഹം നിന്നാൽ മറ്റേ നക്ഷത്രവും എടുക്കാൻ പാടില്ല. ഒരു നക്ഷത്രത്തിൽ ഗ്രഹം നിന്നാൽ ആ ജോഡിയിലെ മറ്റേ നക്ഷത്രം മുഹൂർത്തത്തിന് എടുത്തുകൂടാ. ആ ജോഡിയിലെ മറ്റേ നക്ഷത്രത്തിനെ മുഹൂർത്തത്തിന് എടുത്തുകൂടാ. അത് ശുഭന്മാരും പാടില്ല സാർ? ശുഭന്മാരും പാടില്ല. ഇത്രയാണ് പ്രധാനം. ഇനി എല്ലാവരും പഞ്ചാംഗം ഒന്ന് തുറക്കണം. പഞ്ചാംഗം തുറന്നിട്ട് ചിങ്ങം മാസം എടുക്കണം. പേജ് 42 വരും. വലിയ പഞ്ചാംഗത്തിൽ പേജ് 42 ചിങ്ങമാസം എടുക്കണം. വലിയ പഞ്ചാംഗമാണെങ്കിൽ പേജ് 42, അല്ലെങ്കിൽ അവരവരുടെ പഞ്ചാംഗത്തിൽ ചിങ്ങമാസത്തിന് എടുത്തോണ്ടാൽ മതി. ചിങ്ങമാസത്തിലുള്ള നക്ഷത്രത്തിന്റെ വിവരങ്ങൾ എഴുതിക്കണം. പേജ് എടുത്തോണ്ടാൽ മതി, കുഴപ്പമില്ല. ഏത് പഞ്ചാംഗമായാലും കുഴപ്പമില്ല. ശരി, സ്ത്രീ പുരുഷന്മാരുടെ 2 നക്ഷത്രം പറയണം ആരെങ്കിലും. സ്ത്രീയുടെ ഒരു നക്ഷത്രം, പുരുഷന്റെ ഒരു നക്ഷത്രം. മുഹൂർത്തം എടുക്കാൻ വേണ്ടി. അത്തം പൂയം. അത്തം, സ്ത്രീ അത്തം ഇല്ലേ? അതെ. പയ്യൻ പൂയം. അപ്പോഴാദ്യം എടുക്കുന്നതിന് മുമ്പ് ഇവരുടെ രാശികളെ അത് നോക്കണം. അത്തം വരുന്നത് കന്നി രാശി, പൂയം വരുന്നത് കർക്കടകൻ രാശി. അതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് മുഹൂർത്തം കുറിക്കണം. ചിങ്ങമാസത്തിലെടുക്കണം. ചിങ്ങമാസം പേജ് 42 അത്തവും പൂയവുമാണ് പയ്യന്റെ പെണ്ണിന്റെ നക്ഷത്രം. നമ്മളെ മുന്നിൽ വന്നിരിക്കുകയാണ്, നമ്മളെ മുമ്പേ ഇരിക്കുകയാണ്. അവർ വന്നിട്ട് ഒരു മുഹൂർത്തം എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മുഹൂർത്തം എടുത്തു തരണം, വിവാഹത്തിനുള്ള ഒരു മുഹൂർത്തം എടുത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ മുഹൂർത്തം, അത് ചിങ്ങമാസത്തിൽ വേണമെന്നും പറഞ്ഞു ഒരു സമയമൊക്കെ അവർ പറയും. ഏകദേശമൊക്കെ അവർ തന്നെ പറയും. ചിങ്ങം 10-നും 15-നും ഇടയ്ക്ക് കിട്ടിയാൽ ഉത്തമം, അത് ഞായറാഴ്ച കിട്ടിയാൽ അതിനേക്കാളും ഉത്തമം എന്ന് പറയും.
അപ്പോൾ ഒരു ദിവസമേ കാണുള്ളൂ ഇതിന്റെ ഇടയിൽ ഇതിനെ കുറിച്ച് കൊടുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ചിങ്ങം 10-നും 20-നും ഇടയ്ക്കുള്ള ദിവസമാണ് സൗകര്യം. അതിൽ ഞായറാഴ്ച കിട്ടിയ സൗകര്യമായി. പിന്നെ ജ്യോതിഷരെന്തെങ്കിലും ഒന്നും നോക്കൂല, ഞായറാഴ്ച കൂടുതൽ കൈ കൊടുക്കും കൊണ്ട് പോകുന്നു. 300 പ്രാരബ്ധം എന്ന് പറയും. ഒരു മോൻ ഫോറിനിലിരിക്കുന്നു, ഒരു മകൻ മിലിറ്ററിയിലിരിക്കുന്നു, പിന്നെ മകൾക്ക് ലീവ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. നമുക്ക് ആദ്യം 1-ാം തീയതി മകരം അത് ചിങ്ങമാസം 1-ാം തീയതി നോക്കണം. എല്ലാവരും പഞ്ചാംഗം എടുത്തോ? മകരം 1 എത്ര ആഴ്ച? മകരമല്ല, ചിങ്ങം 1. മകരമല്ല, സോറി, ചിങ്ങം 1 എന്തോന്ന് ആഴ്ച നോക്കിയിട്ട് പറയണം. വ്യാഴം. ആഴ്ച ചിങ്ങം 1 വ്യാഴാഴ്ച, ശനിയാഴ്ച മന്നവാര് ശനിയാഴ്ച. അന്നത്തെ നക്ഷത്രം എന്തോന്ന്? പൂരാടല്ലേ? പൂരാടം എടുക്കാൻ പാടില്ലാത്ത നക്ഷത്രം. 2 ദോഷം. ഒന്ന് വാരം ദോഷമാണ്, എന്നാലും വാരമൊക്കെ പാപവാരങ്ങൾ ആളുകൾ എടുക്കാറുണ്ട്. വേളിക്ക് കൊള്ളുന്നു ആഴ്ചയൊക്കെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശരി, അങ്ങനെ വിട്ടേക്കാം. പക്ഷെ നക്ഷത്രം പൂരാടം എന്ന് പറയുന്നത് വിവാഹത്തിന് എടുക്കുന്നതല്ല. നോക്കിക്കൊള്ളും. വിവാഹ രോഹിണി മാനും എന്ന് വെച്ചാൽ മകയിരവും, മകം ഉത്തര അത്തവും, ചോതിയോട് അനിടം മൂലം, ഉത്രട്ടാതി രേവതി, പൂരാടം വരുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും അതെടുക്കരുത്. നക്ഷത്രം കയറാൻ നോക്കണം. അത് പോയി. അപ്പോൾ ഇങ്ങനെ പഞ്ചാംഗം വെച്ചാണ് ചെയ്യേണ്ടത്. പഞ്ചാംഗം വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഐഡിയ കിട്ടും. എല്ലാം പോയി. വേറെ ഒന്നും അവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും പോയിന്റ് പഠിച്ചതൊക്കെ ശരി തന്നെ, അത് പോയിന്റായിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷേ എടുക്കേണ്ട ആവശ്യമില്ല. പൂരാടമാണ് നക്ഷത്രം. പൂരാട നക്ഷത്രം നമുക്ക് പാടില്ല, മുഹൂർത്തത്തിന് എടുക്കുന്നതല്ല, ഈ 11-ൽ വരുന്നതല്ല. ശനിയാഴ്ചയാണ്. അങ്ങനെ ഒരു ദോഷവും കൂടി ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം നോക്കണം, ഞായറാഴ്ച 18, 2-ാം തീയതി, ചിങ്ങം 2, ഞായറാഴ്ച. ഉത്രാടം വിവാഹത്തിനുള്ള നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം എത്ര മണിക്ക് തീരുമെന്ന് നോക്കണം. അതിന്റെ അടുത്ത കോളത്തിൽ 10-16 തീരും. 10-16 ഉത്രാടം തീർന്നാൽ അടുത്ത് തിരുവോണം. അപ്പോൾ 10-16 മുമ്പ് കല്യാണം നടത്തേണ്ടി വരും. ഇതെല്ലാം നോക്കിക്കൊള്ളും. 10-16 9 നാഴിക 55 വിനാഴിക, അല്ലെങ്കിൽ 10-16 എന്നിട്ടിട്ടുണ്ട്. 10-16 എന്നിട്ടിട്ട് അതിന്റെ മുകളിൽ മീ എന്നിട്ടിട്ടുണ്ട്. കണ്ടോ? മീ, മണിക്കൂർ, മിനിറ്റ്. 10-16 മുകളിൽ, അക്കൗണ്ടിന്റെ മുകളിൽ നോക്കണം. മീ എന്നിട്ടിട്ടുണ്ടോ? മണിക്കൂർ, മിനിറ്റ് എന്നർത്ഥം. പഞ്ചാംഗം. ഈ ഉത്രാടം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത കോളത്തില് 9:55 എന്ന് കണ്ടോ? അത് നാഴിക വിനാഴിക. ആ നാഴിക വിനാഴികയെ മണിക്കൂർ, മിനിറ്റിൽ മാറ്റി അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ കിടന്ന് കൂട്ടിയും കുറയ്ക്കുകയൊന്നും വേണ്ട. 10 മണി 16 മിനിറ്റ് ആകുമ്പോൾ ഉത്രാട നക്ഷത്രം തീരും എന്നർത്ഥം. തീർന്നു കഴിഞ്ഞാൽ അടുത്ത തിരുവോണം തുടങ്ങും. അതാണ് എൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. ഉത്രാട നക്ഷത്രം തീർന്നാൽ അടുത്ത തുടങ്ങുന്നത് തിരുവോണം. അന്നത്തെ തിഥി എന്തെന്ന് നോക്കണം. ചതുർദശി തിഥിക്ക് നടത്തരുത്. തിഥിയും നക്ഷത്രവും നോക്കിയേ പറ്റൂ. വാരം വളരെ സ്ട്രിക്റ്റ് അല്ല. വിവാഹത്തിന് വാരം വളരെ സ്ട്രിക്റ്റ് അല്ലാതെ നടപ്പിൽ അങ്ങനെയാണ് പറയുന്നത്, ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷേ ചതുർദശി തിഥി നല്ലതല്ല. അപ്പോൾ ഔട്ടായി. 2 പ്രശ്നം വരുന്നുണ്ട്. ഞായറാഴ്ച എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വളരെ നല്ലത് തന്നെ. 10-16 ഒരു നാഴികയ്ക്ക് മുൻപ് നടക്കണം. 10 മണിക്ക് മുമ്പെങ്കിലും താലി കെട്ടിയിരിക്കണം. 10 മണിക്ക് മുമ്പ് താലി കെട്ടാനുള്ള ബുദ്ധിമുട്ട് രാശി കിട്ടുമെന്ന് നോക്കണം. അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചതുർദശി തിഥി നമുക്ക് വേണ്ട. ചതുർദശി, നവമി, കർത്തവാവ് ഇത്രയും ഒഴിവാക്കും.
വെളുത്ത അഷ്ടമിയും ഒഴിവാക്കണം. അപ്പോൾ അത് പോയി. അതിന്റെ അടുത്ത ദിവസം നോക്കണം, തിങ്കളാഴ്ച. തിരുവോണം പാടില്ല. തിരുവോണം വിവാഹത്തിന്റെ നക്ഷത്രമല്ല. തിരുവോണം എത്ര മണിക്ക് തീരുന്നു നോക്കണം. 8:13 തീരും. 8:13 8:12 അല്ലെങ്കിൽ 8:13 തീരും. അത് കഴിഞ്ഞാൽ തിരുവോണം ഔട്ടായി. പിന്നെ അതിന്റെ അടുത്ത ദിവസം നോക്കണം. ചതയം. ചതയം വിവാഹത്തിന്റെ നക്ഷത്രമല്ല, പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ വിവാഹം നടത്തുന്നതിനോട് നമുക്ക് ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ ഒരു പെൺകുട്ടിയെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചൊവ്വാഴ്ചയായിട്ടൊക്കെ ഇറങ്ങി പോകുന്നത് നല്ലതല്ല. ചൊവ്വ കലഹം എന്നാണ്. കലഹമാണ് ചൊവ്വ, കലഹം. ചൊവ്വ വേണ്ട. ചൊവ്വാഴ്ചയാണ്. അതുപോലെ നക്ഷത്രവും ചതയം വിവാഹത്തിന്റെ നക്ഷത്രമല്ല. അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ബുധനാഴ്ച. പൂരട്ടാതി വിവാഹത്തിന്റെ നക്ഷത്രമല്ല. ഇങ്ങനെയാണ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മുഹൂർത്തം എടുക്കാനേ ഉള്ളൂ. ഇങ്ങനെ പഞ്ചാംഗം എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എളുപ്പം പടപട പോവും. അതും വേണ്ട. അതിന്റെ അടുത്ത ദിവസം നോക്കണം, 6-ാം തീയതി. വ്യാഴാഴ്ച ഉത്തമം. വ്യാഴാഴ്ച ഉത്തമമാണ്, നല്ല വാരമാണ്. വ്യാഴാഴ്ച നല്ല വാരമാണ്. ഉത്രട്ടാതി നക്ഷത്രം വിവാഹത്തിന്റെ നക്ഷത്രം, കൊള്ളാം, 2 തൃതീയാണ് തിഥി, കുഴപ്പമില്ല. ഉത്രട്ടാതി നക്ഷത്രം എത്ര മണി വരെ ഉണ്ടെന്ന് നോക്കണം. 22:07 വരെ രാത്രി 10 മണി 7 വരെ ഉണ്ട്. ഒന്നും പേടിക്കണ്ട. വീട്ടിൽ ചെന്ന് കയറാനുള്ള സമയവും എല്ലാം ഉണ്ട്. തൃതീയാണ് തിഥി. അത് തൃതീയ തിഥി എത്ര മണി വരെ ഉണ്ടെന്ന് നോക്കണം. 13:50 വരെ. 13:49. അത് 1 മണി, ഉച്ചയ്ക്ക് 1:49, ഉച്ചയ്ക്ക് 1:30 വരെ ഉണ്ട്. അത് കഴിഞ്ഞേ ചതുർത്ഥി വരുള്ളൂ. കുഴപ്പമില്ല. ഇതിനകത്തൊരു മുഹൂർത്തം എടുക്കാൻ പറ്റുമോ നോക്കണം. 6-ാം തീയതി ഒരു മുഹൂർത്തം എടുക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഇനി അടുത്തൊന്നും തീരില്ല. ഉത്രട്ടാതി. പയ്യന്റെ നക്ഷത്രം ഏത്? പൂയം. ഏത് രാശി? പൂയം കർക്കിടക രാശി. നമ്മൾ എടുത്ത നക്ഷത്രം ഉത്രട്ടാതി ഏത് രാശി? മീനൻ രാശി. മീനൻ രാശി 8-ാം രാശിയിലൊന്നും വരൂലല്ലോ. അഷ്ടമരാശിയിൽ വരൂലല്ലോ. ഇല്ല സാർ, ഇല്ല. അഷ്ടമരാശിയിൽ വരൂല. അതായത് ജനിച്ച കൂറിൽ നിന്ന് എടുക്കുന്ന നക്ഷത്രം അഷ്ടമരാശിയിൽ വരരുത്. പെണ്ണിന്റെ തത്വമില്ലേ? അതെ, കന്നി. കന്നിക്ക് മീനം 7-ആണ്, 8-അല്ല. അപ്പോൾ കുഴപ്പമില്ല. അതും വരില്ല. ഇത്രയും നോക്കിയാൽ മതി. ഇത്രയും നോക്കി കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം എടുക്കാനേ ഉള്ളൂ. ഇനി ഈ ചിങ്ങം 6-ാം തീയതി ഒരു മുഹൂർത്തം എടുക്കണം. ഇനി ആ പഞ്ചാംഗത്തിന്റെ ആ പേജിൽ നടുക്ക് നോക്കണം. ടോപ്പില് 2 സൈഡ് 2 കോളവും കൊടുത്തിട്ട് നടുക്ക് കർക്കടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 ഉദയാൽപരം 33:40 പൂരാട നക്ഷത്രം 2-ാം പാദം ധനുക്കൂറിൽ ചിങ്ങരവി സംക്രമം. കണ്ടോ? ഏതെടുക്കണ്ട്? നടുക്ക് ഏറ്റവും 1200-ാം ആണ്ട് പഞ്ചാംഗം കഴിഞ്ഞ് നടുക്ക് വലിയ കോളത്തിൽ കർക്കടകം 32 വെള്ളിയാഴ്ച തുടങ്ങി. ഏറ്റവും മുകളിൽ പറഞ്ഞില്ലേ? നടുക്ക് ടോപ്പില് ആ പേജിൽ തന്നെ മനസ്സിലായി. 7-ന് ലേവതി ലാടം, 20-ന് അത്തം വൈതൃതം. ലാട വൈതൃതങ്ങൾ ദോഷമാണ്. ലാടവും വൈതൃതവും ഒക്കെ വരുമോന്ന് നോക്കിയോളൂ. അവിടെ പഞ്ചാംഗത്തിൽ എഴുതിയിരിക്കും. നമ്മൾ എടുക്കുന്നത് 6-ാം തീയതിയാണ്. 7-ാം തീയതി ആണെങ്കിൽ ലാടമാണ്. ലാടം 20-ാം തീയതി വൈതൃതം. അതൊക്കെ നോക്കിക്കൊള്ളണം. അപ്പൊ ലാട വൈതൃതങ്ങളൊന്നും ഇല്ല. പിന്നെ ഗുരു ശുക്രന്മാർക്ക് മൗട്ടി ഉണ്ടോ എന്ന് നോക്കണം. അതെവിടെ നോക്കും? ഗ്രഹനില എടുക്കണം. അന്നത്തെ അതിന് ഗുരു ശുക്രന്മാരുടെ മൗട്യം, അത് ചിങ്ങം 6-ആണ് ഡേറ്റ്. ചിങ്ങം 6, അത് മറക്കരുത്. ഗുരു ശുക്രന്മാരുടെ പകർച്ച മൗട്യം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 17 എടുക്കണം. പേജ് നമ്പർ 17.
ഇവിടെ കോളങ്ങൾ വരച്ചിരിക്കുന്നത് കണ്ടോ? ഉണ്ട്. കണ്ടു സാർ, കണ്ടു. മൗഢ്യം മീനമാസത്തിലേ ഉള്ളൂ. മീനം 4, 13 ചിങ്ങത്തിലൊന്നുമില്ല. ഗുരുവിന്റെ മൗഢ്യം നോക്കണം, ഇടവത്തിലും മിഥുനത്തെ മാസത്തിലേ ഉള്ളൂ. ഇടവ മാസവും മിഥുന മാസത്തിലൊക്കെ ഗുരുവിന് മൗഢ്യമുള്ളൂ. ചിങ്ങമാസത്തില് മൗഢ്യം ഒന്നും ഇല്ല. അതവിടെ അങ്ങനെ ലൈറ്റായിട്ട് നോക്കിയാൽ മതി, ആ ഭാഗത്ത് നോക്കണം. പഞ്ചാംഗം ഒന്ന് പരിചയപ്പെടണം, പേജിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അതായത് ശുക്രന് മൗഢ്യം വരുന്നത് മീനം 4-ന് മൗഢ്യം തുടങ്ങുന്നു, മീനം 13-ന് മൗഢ്യം തീരുന്നു. അതാണ് എൻ്റെ അർത്ഥം. മീനം 4 മുതൽ മീനം 13 വരെ മൗഢ്യമുള്ളൂ. ചിങ്ങമാസത്തിലൊന്നും മൗഢ്യം ഇല്ല എന്നർത്ഥം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനുമകരം, കുംഭത്തിലൊന്നുമില്ല. മേടം, ഇടവം, മിഥുനം, കർക്കടകത്തിലൊന്നുമില്ല. പിന്നെ ഗുരുവിന് ഇടവം 29-ന് തുടങ്ങി മിഥുനം 23-ന് തീരുന്നു. ഇതിന്റെ ഇടയിലും മുന്നിലുള്ള മാസത്തിലൊന്നും മൗഢ്യമില്ല. അപ്പോൾ ഗുരു ശുക്രന്മാർക്ക് മൗഢ്യമില്ല. ഇനി ബാക്കിയുള്ള ഒന്നും നോക്കാൻ പറ്റൂല. ഇനി വന്നിട്ട് ഈ 6-ാം തീയതി ഒരു രാശി എടുക്കണം. ഏത് ചിങ്ങമാസമല്ലേ? ചിങ്ങമാസം 6-ാം തീയതി നോക്കണം. 6-ാം തീയതി ചിങ്ങമാസത്തില് അവിടെ നടുക്ക് ഗ്രഹനില നടുക്കിട്ടിട്ടുണ്ട്. അവിടെ മോഡൽ ലെഫ്റ്റ് സൈഡ് ഇട്ടുണ്ട്. ഗ്രഹനില കണ്ടല്ലോ എല്ലാവരും? കണ്ടു. ലെഫ്റ്റ് സൈഡ് 6-ാം തീയതി ബുധൻ കർക്കടകത്തിൽ വരും. കണ്ടോ? ഗ്രഹനിലയുടെ നടുക്കഴിക്കുന്നുണ്ടോ? ബുധൻ 6 കർക്ക. ബുധൻ 6 കർക്ക എന്ന് വെച്ചാൽ അറിയാമോ? ഇല്ല സാർ. കർക്കിടകത്തിൽ വരും. ബുധൻ മലയാള മാസം 6-ാം തീയതി കർക്കടകത്തിൽ വരുമെന്ന് അർത്ഥം. അത് എപ്പോഴും വരുമെന്നുള്ളത് എങ്ങനെ അറിയാം? അത് എപ്പോഴും വരും എന്നുള്ളത് എങ്ങനെ അറിയാം? 6-ാം തീയതി എത്ര മണിക്ക് വരുമെന്ന് അറിയണ്ടേ? പഞ്ചാംഗത്തിൽ രാശി പകർച്ചകൾ കൊടുത്തിട്ടുണ്ടാവല്ലോ സാർ? പഞ്ചാംഗത്തിന്റെ അടുത്ത പേജ് ടോപ്പില് ലാസ്റ്റ് നോക്കണം. പഞ്ചാംഗത്തില് ഇതിന്റെ അടുത്ത പേജില് 43-ാമത്തെ പേജില് ടോപ്പില് ലാസ്റ്റ് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. കണ്ടോ? പഞ്ചാംഗത്തിൽ ഇതിന്റെ അടുത്ത പേജ് 43-ാമത്തെ പേജ് ടോപ്പില് ലാസ്റ്റ് മെർക്കുറി enters into കർക്കിടക on 22nd August at 6:04 AM retrograde motion. 6 retrograde motion and enters into Simha on 4th September at 11:45 AM. അതായത് മെർക്കുറി എന്ന് വെച്ചാൽ ബുധൻ കർക്കിടകൻ രാശിയില് ആഗസ്റ്റ് 22-ാം തീയതി. ആഗസ്റ്റ് 22 എന്ന് പറയുന്നത് ഈ 6-ാം തീയതിയാണ്. 6-ാം തീയതി 6:04 എത്തുന്നതാണ് കർക്കിടകത്തില്. അപ്പോൾ 6:04 6:04 AM രാവിലെ 6:04 AM എത്തുമെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മൾ മുഹൂർത്തം എടുക്കുമ്പോൾ ബുധൻ എവിടെ നിൽക്കും? കർക്കിടകത്തിൽ. അത് നോക്കിക്കൊള്ളണം. പിന്നെ 8-ാം തീയതി നമ്മൾ 6-ാം തീയതിയിൽ എടുക്കുന്നത്. 8-ാം തീയതി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ അടുത്ത് 8 ശുക്രൻ കന്നിയിൽ എന്ന് പറയുന്നു. 8 നമുക്ക് നോക്കണല്ലോ, 6-ാം തീയതിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബാക്കി ഗ്രഹനിലയെല്ലാം ഈ കിടക്കും പോലെ ഇരിക്കും. ബാക്കി ഗ്രഹനിലയെല്ലാം ഈ കിടക്കും പോലെയാണ്. അതിൽ ഒരു ഗ്രഹനില മാത്രം മാറും. ബുധൻ കർക്കിടകത്തിൽ പോകും. ബാക്കിയെല്ലാം അവിടെ കിടക്കുന്നത് പോലെ തന്നെ. ചന്ദ്രൻ എവിടെ വരും? ചന്ദ്രൻ എവിടെ വരും? ചന്ദ്രൻ മീനത്തിൽ വരും. ചന്ദ്രൻ പഞ്ചാംഗത്തിൽ ഇട്ടേക്കുന്നത് ധനുവിലല്ലേ? അതെന്തിനാ? അതെ. എന്തിനാണ് ധനുവിൽ ഇട്ടേക്കുന്നത്? അത് ചിങ്ങമാസം 1-ാം തീയതിയിലെ ഗ്രഹനിലയാണ് സാർ. ആണ്. ചിങ്ങം 1-ാം തീയതി സൂര്യൻ ഉദിക്കുമ്പോൾ ഏത് നക്ഷത്രത്തിൽ നോക്കണം? ചിങ്ങം 1-ാം തീയതി എന്തോന്ന് നക്ഷത്രം നോക്കണം? പൂരാടമല്ലേ? പൂരാടത്തിന്റെ രാശി ഏത്? ധനു. അതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. 1-ാം തീയതിയുള്ള ഗ്രഹനിലയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ആ സമയത്തുള്ള ഗ്രഹനില. അതുകൊണ്ട് അത് നോക്കരുത്. ചന്ദ്രൻ വരുന്നത് മീനത്തിലാണ്.
അപ്പോൾ ചന്ദ്രൻ മീനത്തിൽ വരും, ബുധൻ കർക്കിടകത്തിൽ വരും, ബാക്കിയെല്ലാം അവിടെ കണ്ടതുപോലെ നിങ്ങൾ കണ്ടു, ഗ്രഹനിലയൊക്കെ കണ്ടു. ഇനി മുഹൂർത്തം എടുക്കണം. ചിങ്ങൻ രാശിയിൽ എടുക്കാൻ പറ്റുമോ? ചിങ്ങൻ രാശി രാവിലെയാണ്, സൂര്യൻ നിൽക്കുന്ന രാശിയാണ്. ചിങ്ങൻ രാശി എടുക്കൂല, എടുക്കാൻ പാടില്ല. എടുക്കാൻ പാടില്ല. സൂര്യൻ നിൽക്കുന്ന അത് പോയിട്ട് രാവിലെ നമ്മൾ എടുത്തു കൊടുത്താൽ ആരും സ്വീകരിക്കില്ല. അത് കഴിഞ്ഞ് കന്നിയിൽ എടുക്കാൻ പറ്റുമോ നോക്കണം. കന്നിയിൽ എടുത്തു കഴിഞ്ഞാൽ കന്നിയുടെ 7 ആര് നിൽക്കണം നോക്കണം. രാഹു നിൽക്കുന്നു. രാഹു നീ എടുക്കരുത്, രാഹു നിൽക്കണം. തുലാം നോക്കണം, 7 ആരെങ്കിലും ഉണ്ടോ നോക്കണം. 7 കുജ അഷ്ടമത്തിലുണ്ട്. അഷ്ടമത്തില് കുജനുണ്ട്. പക്ഷേ ഒരു കാര്യം, വ്യാഴവും കൂടി നിൽക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റിലേ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മുഹൂർത്തം പാടില്ല എന്നാണ് നമ്മുടെ ഒരു നിയമപ്രകാരം. പിന്നെ ശുഭനും പാപനുമായിട്ട് നിൽക്കുന്നത് കൊണ്ട്, വ്യാഴവും കൂടി ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ എടുത്തു കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒരു മധ്യമമായിട്ട് കണക്കാക്കാൻ വേണമെങ്കിൽ. എട്ടിന് ശുദ്ധി വേണം. ശുഭനും പാപനും നിന്നാൽ പാപൻ വിട്ട് മാറിയതിനു ശേഷമേ എടുക്കാവൂ. ഈ ബുദ്ധിമുട്ട് മനസ്സിലായോ? നമ്മുടെ മുഹൂർത്തം എടുക്കാനുള്ള ഇങ്ങനെ ഈ മോഡലിലാണ് മുഹൂർത്തം കണക്കാക്കി വരേണ്ടത്. ആദ്യം വാരം നോക്കണം, അടുത്ത നക്ഷത്രം നോക്കണം, പിന്നെ തിരി നോക്കണം, പിന്നെ ഗുരു ശുക്രന്മാർക്ക് മൗട്ടി കൊണ്ടോ നോക്കണം, പഞ്ചാംഗമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് റെഡിയായി എല്ലാം തീർത്ത് വച്ചിട്ട് പിന്നെ അഷ്ടമരാശി കൂറിൽ വരുമോ, അഷ്ടമരാശിയുടെ നക്ഷത്രമാണോ, 3, 5, 7 നക്ഷത്രം. 3, 5, 7 നക്ഷത്രം ഒന്നും വരൂലായിരുന്നു. കാരണം ഒരുപാട് മാറ്റം കിടക്കുന്നു. 3, 5, 7 ഒന്നും വരുമോ? 3, 5, 7 നക്ഷത്രത്തിൽ വരുമോ നോക്കണം. പൂയത്തിന് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം. അത്തത്തിന് അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരട്ടാതി, ഉത്രട്ടാതി. 3, 5, 7 ഒക്കെ കടന്നുപോയി. 3, 5, 7 ഒന്നും വരൂല. ഇതെല്ലാം നക്ഷത്രത്തിന് ദീർഘമുണ്ട്. അപ്പോൾ ഈ മുഹൂർത്തം കുറിക്കണമോ കുറിക്കണ്ടായോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. കുറിക്കണോ സാറേ? കുറിച്ച് നോക്കാമോ? ഒന്ന് വെറുതെ ഒന്ന് നോക്കാം. ഈ പറഞ്ഞ എന്തെങ്കിലും എഴുതാൻ പറ്റിയോ? എഴുതിയോ? എഴുതണോ? എഴുതണ്ടല്ലോ. എഴുതണോ സാറേ? എഴുതിയാലേ ഓർക്കുള്ളൂ. എങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുതിയിരുന്ന പോലും, അല്ലെങ്കിൽ സമയം കിട്ടൂല. ഓക്കെ, അത് ഞാൻ അടുത്ത എഴുതിക്കൊള്ളണം. ചിങ്ങം 6, ആഗസ്റ്റ് 22. ഉത്രം നക്ഷത്രം. 10:07 PM വരെ. 10:07 PM വരെ. കൃഷ്ണപക്ഷ തൃതീയ. കൃഷ്ണപക്ഷ തൃതീയ 1:49 PM വരെ. 1:49 PM വരെ. വ്യാഴാഴ്ച. വ്യാഴാഴ്ച. സ്ത്രീ നക്ഷത്രം പൂയം, പുരുഷ നക്ഷത്രം അത്തം. സ്ത്രീ നക്ഷത്രം പൂയം, പുരുഷ നക്ഷത്രം അത്തം. സ്ത്രീ കർക്കടകൻ രാശി, പുരുഷൻ കന്നിരാശി. സ്ത്രീ കർക്കടകൻ രാശി, പുരുഷൻ കന്നിരാശി. പുരുഷൻ കന്നിരാശി. ഉത്രട്ടാതി പുരുഷന്റെ ജന്മനക്ഷത്രമല്ല. ഉത്രട്ടാതി പുരുഷന്റെ ജന്മനക്ഷത്രമല്ല.
രണ്ടുപേരുടെയും അഷ്ടമരാശി കൂറിൽ വരുന്നില്ല. രണ്ടുപേരുടെയും അഷ്ടമരാശി കൂറിൽ വരുന്നില്ല. അതുകൊണ്ട് നക്ഷത്രം ഉത്തമം. തിഥി, വാരം എന്നിവ ഉത്തമം. ഗുരു ശുക്രന്മാർക്ക് മൗഢ്യമില്ല. ഗുരു ശുക്രന്മാർക്ക് മൗഢ്യമില്ല. മാസം ചിങ്ങമാസം. ചിങ്ങമാസം നല്ലതാണ്. അടുത്ത മുഹൂർത്ത ലഗ്നം. സൈഡ് ഗെറ്റിങ്ങിലൂടെ മുഹൂർത്ത ലഗ്നം. ചിങ്ങം രാശി ഉദയരാശി പാടില്ല. ചിങ്ങം രാശി ഉദയരാശി പാടില്ല. കന്നിരാശിയിൽ 7 രാഹു പാടില്ല. കന്നിരാശിക്ക് 7 രാഹു പാടില്ല. തുലാം രാശി 7 ശൂന്യം. 7 ശുദ്ധം. തുലാം രാശി 7 ശുദ്ധം. നല്ല രാശിയാണ്. നല്ല രാശിയാണ്. എട്ടിൽ ശുഭനും പാപനും മധ്യമമായി എടുക്കാം. എട്ടിൽ ശുഭനും പാപനും മധ്യമമായി എടുക്കാം. ഇനി മുഹൂർത്തം കുറിക്കണം. എങ്ങനെ കുറിക്കും? മുഹൂർത്തം സമയം കൊടുക്കണ്ടേ? സമയം എങ്ങനെ എടുക്കും? സമയം തുലാം രാശി വന്ന് കണക്കാക്കണം. ഉദയത്തിൽ നിന്ന് 2 മണിക്കൂർ 2 മണിക്കൂർ. അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ ഉദയം മീനം 6-ാം തീയതിയുള്ള സൂര്യ ഉദയം കാണണം. സൂര്യ ഉദയം എഴുതണം. സൂര്യ ഉദയം. പേജ് നമ്പർ 26 എടുക്കണം. 26 ഉദയങ്ങൾ എഴുതിക്കുന്നൊക്കെ 26. അല്ല പഞ്ചാംഗം മാറ്റമാണെങ്കിൽ ആ പഞ്ചാംഗം നോക്കി ഉദയം ഇവിടെ കിടക്കണം നോക്കി എടുക്കണം. ആറാം തീയതി നിങ്ങൾ തിരുവനന്തപുരം നോക്കിയാൽ മതി. അതിനകത്ത് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ 6-ാം തീയതിയുള്ള ഉദയം എത്ര മണി നോക്കണം? 6:18. 6:18. പേജ് നമ്പർ 26 ആദ്യം കാണുന്നത് ചിങ്ങമാസം. ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നിട്ടുണ്ട്. അതിൽ തീയതി 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നുണ്ട്. ഉദയവും അസ്തമയവും കൊടുത്തിട്ടുണ്ട്. 6:18 എഴുതണം. ഉദയം 6:18. ഉദയം 6:18. ഇനി ഇതിന്റെ അടുത്ത പേജില് ഈ 43-ാമത്തെ പേജ്, ഇപ്പൊ 42-ാമത്തെ പേജാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 43-ാമത്തെ പേജ്. ഇതില് 6-ാം തീയതി ഉദയാൽപരം കണ്ടോ? 2-ാമത്തെ കോളം. ആദ്യം മല നൂന്നിട്ടുണ്ട്, മലയാള മാസം എന്നർത്ഥം. 2-ാമത്തെ കോളത്തിൽ ഉദയാൽപരം നാഴിക വിനാഴിക കണ്ടല്ലോ.
അതിൽ 6-ാം തീയതി എത്ര? 4-8 4-8. അപ്പോൾ 4 നാഴിക 8 വിനാഴിക എന്നർത്ഥം. 4 നാഴിക ആകുമ്പോൾ എത്ര മിനിറ്റ് ആയി? 4-നെ 24 കൊണ്ട് ഗുണിക്കണം. 4-നെ 24 കൊണ്ട് ഗുണിച്ചു നോക്കി. ഒരു നാഴിക 24 മിനിറ്റ്, 96 മിനിറ്റ്. 4 നാഴിക, ഒരു നാഴിക എന്ന് വെച്ചാൽ 24 മിനിറ്റ്. 1 മണിക്കൂർ 48 മിനിറ്റും. 38. സോറി, 38. ഇനി 8 വിനാഴിക എങ്ങനെ മാറ്റും? മിനിറ്റിൽ മാറ്റുമ്പോൾ 8 വിനാഴികയിലെ 4 നാഴിക 4 ഗുണം 24 96 പ്ലസ് 8 വിനാഴിക എങ്ങനെ മാറ്റും? 2.5 കൊണ്ട് ഭാഗിക്കും. 2.5 കൊണ്ട് ഭാഗിക്കണം. അപ്പോൾ 3 വരും. 3-ഉം ശിഷ്ടവും വരും. ശിഷ്ടത്തിനെ എങ്ങനെ കളയുക? ശിഷ്ടമൊക്കെ അങ്ങ് പോട്ട് വേണ്ട. 3 മിനിറ്റ് അല്ലേ? 96 3-ഉം 99 മിനിറ്റ്. 99 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂറും 36 മിനിറ്റ്. 1.39. 2 അതായത് 2.5 വിനാഴികയാണ് 1 മിനിറ്റ്. അപ്പോൾ 2.5 വിനാഴിക 1 മിനിറ്റ്, 5 വിനാഴിക എന്ന് പറയുമ്പോൾ 2 മിനിറ്റ്, 7.5 വിനാഴിക എന്ന് പറയുമ്പോൾ 3 മിനിറ്റ്. അത്രയും എടുത്താൽ മതി. ആ 3 മിനിറ്റിന്റെ കൂടി ഈ 96-ന്റെ കൂടെ കൂട്ടണം. 99 മിനിറ്റ്. 99 മിനിറ്റ് വെച്ചാൽ 1 മണിക്കൂർ 39 മിനിറ്റ്. അപ്പോൾ 6, 10, 18ന്റെ കൂടെ 1, 39 കൂട്ടണം. 6, 18 പ്ലസ് 1, 39. 7:57. 39 18 7:57. 6, 18 പ്ലസ് 1, 39. 7, 5, 7. 7:57 വരെ ചിങ്ങം രാശി എഴുതിക്കൊള്ളണം. 7:57 വരെ ചിങ്ങം രാശി. 7:57 വരെ സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കും. അപ്പോൾ 7:57 വരെ ചിങ്ങൻ രാശി എന്നർത്ഥം. അടുത്ത ഏത് രാശി? കന്നി. കന്നിയുടെ രാശിമാനം 32-ാമത്തെ പേജിലുണ്ട്. 32-ാമത്തെ പേജിൽ അതിൽ കണ്ടോ? രാശി പ്രമാണം, രാശിമാനം. ഓരോ സ്ഥലത്തും രാശികളുടെ ഉദയത്തിന് വ്യത്യാസമുണ്ട്. ചില പ്രധാന തലങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സ്ഥലം കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മംഗലാപുരം. ഉട്ടാക്കമണ്ട് എന്ന് വെച്ചാൽ ഉദകമണ്ട്, ഊട്ടി. കോയമ്പത്തൂർ, മധുര, തൃശ്ശിനാപ്പള്ളി, ബാംഗ്ലൂർ, മദ്രാസ്, ബോംബെ, ഡൽഹി, കൽക്കട്ട, സിംഗപ്പൂർ, സെംഗോൺ, കൊളംബ്. നമുക്ക് തിരുവനന്തപുരം എടുക്കണം. തിരുവനന്തപുരം നമുക്ക് ആവശ്യം. അതിൽ മേടം ആദ്യം, ഇടവൻ 2-ാമത്, മിഥുനം 3-ാമത്, കർക്കിടകം 4-ാമത്, ചിങ്ങം 5. കന്നി എത്ര നോക്കണം? കന്നി എത്ര? നമ്മൾ ചിങ്ങം എല്ലാരും പഞ്ചാംഗം കണ്ടോ? 4:57. പേജ് 32 എടുത്തോ എന്നാണ് ചോദിച്ചത്. സാർ, ചില പഞ്ചാംഗത്തിൽ 32 അല്ലാതെ കിടക്കുന്നു. അത് വേറെ പേജ് കൊണ്ട് കണ്ടുപിടിച്ച് പറക്കി വെക്കണം. ഇന്നിരുന്നിട്ട് വീട്ടിലിരുന്ന് ഈ ഉദയാൽപരം വരുന്നത് ഏത് പേജാണ്, രാശി വരുന്നത് ഏത് പേജാണ്, ഈ മൗട്ടിനൊക്കെ വരുന്നത് ഏത് പേജ് എന്ന് കണ്ടുപിടിച്ച് ടിക്ക് ചെയ്ത് വെച്ചിക്കണം. അതുപോലെ ഉദയം വരുന്നത് ഏത് പേജ് എന്ന് കണ്ടുപിടിച്ച് വെക്കണം. ചിങ്ങത്തിൽ കന്നിക്ക് 4:57. 4:57 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? 4 നാഴിക 57 വിനാഴിക. 5 നാഴികയ്ക്ക് എത്ര കുറവുണ്ട്? 3 നാഴിക. 3 ഭാഗ കുറവുണ്ട്. 3 വിനാഴിക കുറവുണ്ട്. 5 നാഴിക ആകുമ്പോൾ എത്ര മണിക്കൂർ? 2 മണിക്കൂർ. 5 നാഴിക 2 മണിക്കൂർ. അതിന് 1 മിനിറ്റിന്റെ കുറവേ ഉള്ളൂ. 5 നാഴിക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. ഇവിടെ 5 നാഴികയ്ക്ക് എത്ര കുറവുണ്ട്? 4:57 വരെ ആയില്ലേ? 60 വിനാഴികയാണ് 1 നാഴിക. 60 കഴിയുമ്പോഴായി. വിശാലമേ കുറവുള്ളൂ. 1 മിനിറ്റിന്റെ കുറവേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂറും 59 മിനിറ്റും കൂട്ടണം അതിന്റെ കൂടെ. ഒരു മണിക്കൂറും 57 മിനിറ്റും. 59 അല്ലേ? 59.
അതായത് 4:57 ആകുമ്പോൾ അഞ്ച് നാഴികയ്ക്ക് 3 വിനാഴികയെ കുറവുള്ളൂ. 2.5 വിനാഴിക എന്ന് വെച്ചാൽ 1 മിനിറ്റ്. ഇവിടെ 2.5 വിനാഴികയ്ക്ക് 3 വിനാഴിക. ഇപ്പോൾ 1 മിനിറ്റ് കുറച്ചുകൊണ്ടാൽ മതി. 2 മണിക്കൂറിന് 1 മിനിറ്റിനെ കുറയ്ക്കണം. 1:59 കൂട്ടുമ്പോൾ എത്ര വരും? 7:57 കൂടി 1:59 കൂട്ടുമ്പോൾ 2 മണിക്കൂർ അങ്ങ് കൂട്ടിക്കൊണ്ടാൽ മതി, കുഴപ്പമില്ല. 9:54 9:54 4 56. 9:56 വരെ കന്യരാശി. 9:56 ശേഷം തുലാം. 9:56 ശേഷം തുലാം രാശി. 9:56 ശേഷം തുലാം രാശി. തുലാം രാശി എത്ര മണിക്കൂർ വരും? 9:56 ശേഷം തുലാം രാശി. അതിന് 2 മണിക്കൂർ വരില്ല. അതും ഇതേ 32 പേജിൽ തുലാം രാശി എടുക്കണം. 5 മണിക്കൂർ 10 മിനിറ്റ്. അല്ല, 5 നാഴിക 10 മിനിറ്റ്. 5 നാഴിക 10 വിനാഴിക. 2 മണിക്കൂർ. 2 മണിക്കൂർ 2 മണിക്കൂർ 3 മിനിറ്റ്. 2 മണിക്കൂർ 4 മിനിറ്റും. തുലാം കണ്ടോ? എല്ലാവരും കണ്ടോ? തുലാം ഇതിന്റെ കന്യയുടെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. പേജ് 32 കന്യയുടെ തൊട്ടടുത്ത് തുലാം കിടപ്പുണ്ട്. 5:10. 5 നാഴികയാവുമ്പോൾ 2 മണിക്കൂർ. 10 ആകുമ്പോൾ 4 മിനിറ്റ്. 10നെ 2.5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 4 മിനിറ്റ് വരും. അപ്പൊ 2 മണിക്കൂർ 4 മിനിറ്റ് കൂടി കൂട്ടണം. അതിന്റെ കൂടെ കൂട്ടിക്കൊള്ളണം. 9:56 കൂടെ 2 4 കൂട്ടുമ്പോൾ 12 മണി വരെ. ഉച്ചയ്ക്ക് 12 മണി വരെ തുലാം രാശിയാണ്. ഉച്ചയ്ക്ക് 12 മണി വരെ തുലാം രാശി. ഈ 12 മണിക്കകത്ത് ഒരു സമയം നമുക്ക് എടുത്തു കൊടുത്താൽ മതി. നല്ല ഉചിതമായിരിക്കും. ഇതേ വഴിയുള്ളൂ, അല്ലാതെ വഴിയില്ല. ഇനി അവിടെ ഒരു വര വരച്ചിടേണ്ടത് 9:56 ടു 12 മണി. ഒരു ഫോട്ടോക്കകത്താക്കിക്കൊള്ളും. 9:56 ടു 12 noon. അടുത്ത നമ്മൾ ഇന്നത്തെ ആഴ്ച എന്തോന്ന് ആഴ്ച? വ്യാഴം. വ്യാഴം. വ്യാഴത്തിന്റെ ആദ്യം 1 മണിക്കൂറോളം എന്തോന്ന് പോരാ? താഴത്തിന്റെ ഉദയം 6:18. അസ്തമയം എത്ര എപ്പോഴും നോക്കണം? ചൊവ്വയുടെ പോരാ, ചൊവ്വയുടെ അസ്തമയം എപ്പോഴും നോക്കണം? പേജ് 26 6:32 അല്ലേ? ചിങ്ങം 6-ാം തീയതി. അസ്തമയം എത്ര മണി? പേജ് നമ്പർ 26. 6:32. പകലിന് എത്ര? 14 മിനിറ്റ് കൂടുതൽ അല്ലേ? അതെ. അപ്പോൾ ഓരോ ഹോരയ്ക്കും ഓരോ മിനിറ്റ് ഇട്ട് കൂട്ടിക്കൊണ്ടാൽ മതി. 6:18 ഉദയം. 7:19 വരെ വ്യാഴഹോര. നോക്കിക്കൊള്ളണം. 7:19 വരെ വ്യാഴഹോര. 8:20 വരെ ചൊവ്വഹോര. 8:20 വേണം എഴുതിക്കൊള്ളണം. 8:20 വരെ ചൊവ്വഹോര. 7:19 വരെ വ്യാഴഹോര. ഗു ഹോര എന്നിട്ടാൽ മതി. 8:20 വരെ ചൊവ്വഹോര. 9:21 വരെ ഞായർ ഹോര. 10:22 മുതൽ വരെ ശുക്രഹോര. 10:22 മുതൽ ശുക്രഹോര. 11:23 വരെ ബുധഹോര. അതെടുത്താൽ മതി. ആ ബുധഹോര വരുന്ന സമയം എടുക്കണം. ഇപ്പോഴും മനസ്സിലായോ? ഹോര എടുക്കേണ്ട വഴി മനസ്സിലായോ? മുഹൂർത്ത രാശിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹോര എടുക്കണം. ശുഭഹോര അങ്ങനെ എടുക്കണം. അല്ലാതെ വെറും ഹോര നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ എടുക്കാൻ പറ്റുന്ന ആർക്ക് കഴിയില്ല. നമ്മൾ മുഹൂർത്ത രാശി ഏതാണ്? 9:56 മുതൽ 12 മണി വരെ തുലാം രാശി. ഇതിനകത്ത് വരത്തക്ക രീതിയിൽ ശുഭഹോര എടുക്കണം. ബുധഹോര എടുത്തു.
ഇതിന്റെ 9, 11, 21 വെച്ച് ഒരു മുഹൂർത്തം കൊടുത്ത് 10:45, 11:21 കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് രാഹുകാലം ഒന്നും വരൂലല്ലോ. രാഹുകാലം വ്യാഴാഴ്ച രാഹുകാലം അപ്പോഴ് 11 ബോയ്സ് 1:30 അല്ലേ? 1:30 രാഹുകാലം ഒന്നും വരൂല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ എഴുതിയാൽ കൊടുത്താൽ ഒരു മുഹൂർത്തം നമ്മൾ എടുത്തു. കാര്യമായിട്ട് ഒരു മുഹൂർത്തം എടുത്തു കഴിഞ്ഞു. ഈ രാഹുകാലം എടുത്തതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആളുകൾക്ക് പേടിയുള്ളതേ. ആളുകൾ ചുമ്മാ വിളിച്ചുകൊണ്ട് നടക്കും. രാഹുകാലം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഒരു മണ്ണും അറിഞ്ഞും കൂടെ ചുമ്മാ നമ്മൾ രാഹുകാലം എന്ന് പറയും. രാഹുകാലത്തിന് ഒരു കല്യാണം നടത്തിയെന്നൊന്നും ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരിടത്ത് ഇറങ്ങി പോകാതിരിക്കണം. ഈ മുഹൂർത്ത രാശിയിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല അല്ലെ? മുഹൂർത്ത രാശിയിൽ ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലത്. കേന്ദ്രത്തിൽ ശുഭനായി നല്ലതല്ലേ? ഗുളികനെ ചിന്തിക്കേണ്ടതില്ല. ഗുളികൻ ഉദിക്കുന്ന രാശി, ഗുളികൻ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. വേറെ ഒന്നും നോക്കേണ്ട ഒരാവശ്യമില്ല. ഗുളികൻ ഒരു ഗ്രഹമേ അല്ല. 7 ലിറ്റർ നിൽക്കുന്നതൊന്നും ബാധകമല്ല. അതൊന്നും കുഴപ്പമില്ല. ഗുളികൻ സാധാരണയായിട്ട് 7 വരാൻ ചാൻസ് ഇല്ല. കല്യാണത്തിന് മുഹൂർത്തം കൊടുക്കുമ്പോൾ ഗുളികൻ 7 വരില്ല. ആരെങ്കിലും പറഞ്ഞു നോക്കണം എന്തുകൊണ്ടെന്ന്. ഗുളികൻ 7 വേണമെങ്കിൽ രാത്രി എടുത്താലേ വരുള്ളൂ. എന്തുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു നോക്കണം. ഐഡിയ ഉണ്ടാ നോക്കട്ടെ. അസ്തമരാശി 7ാമത്തെ രാശി ഏതു? ഹസ്തരാശി വെരി ഗുഡ് പറയണം. ഹസ്തരാശി അസ്തമരാശി 7ാമത്തെ രാശി ആയിരിക്കും. ഉദയരാശി മുഹൂർത്ത രാശി. ഉദയരാശിയുടെ 7ാം രാശിയിൽ വന്നാലേ പറ്റുള്ളൂ. ഉദയരാശിയുടെ 6 വരെ വരുള്ളൂ ഗുളികൻ. ചിലപ്പോ ഞായറാഴ്ച ആയാലും ചിലപ്പോ 7 വരാം. എങ്കിലും സന്ധ്യയ്ക്ക് മുഹൂർത്തം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ മുഹൂർത്തം എടുത്താൽ ചിലപ്പോ 6 വരെ വരുള്ളൂ. 26 നാഴിക വരെ സമയം പറയുന്നുള്ളൂ. അതാണ് അതിന്റെ കാര്യം. സൂര്യനെയാണ് എണ്ണിപ്പോകേണ്ടത്. സൂര്യനെ എണ്ണുമ്പോൾ 6 രാശി വരെ വരുള്ളൂ. സൂര്യന് 3 രണ്ടാമത്തെ രാശി, 3ാമത്തെ രാശി അല്ലെങ്കിൽ 4ാമത്തെ രാശിയിലാണ് നമ്മൾ മുഹൂർത്തം എടുക്കണം. 2, 3, 4 രാശി വരെ പോകൂടാ. അതിന്റെ അപ്പുറത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 7 മാന്തി വരൂല ഒരിക്കലും. ലഗ്നത്തിൽ വരാൻ ചാൻസ്. ലഗ്നത്തിലെ ഗുളികനെ ഒഴിവാക്കിയാൽ മതി. ലഗ്നത്തിൽ ഒഴിവാക്കിയാൽ മതി. അതും ഗുളിക ഉദയം കഴിഞ്ഞാൽ എടുക്കാം. കുഴപ്പമില്ല. നിവർത്തിയില്ലാത്ത പറഞ്ഞ സമയത്ത് ഗുളിക ഉദയം കഴിഞ്ഞാൽ എടുക്കാം. ഇനി ഒരു ഹോംവർക്ക് ആയിട്ട് ഒന്ന് തരാം. ചിങ്ങം 19-ാം തീയതി കൊള്ളാമോ എന്ന് നോക്കണം. ചിങ്ങം 19-ാം തീയതി മുഹൂർത്തം എടുക്കാമോ? 2 നക്ഷത്രം പറയാം. ചതയവും പെണ്ണ് ചതയം, പയ്യൻ പൂരാടം. പെണ്ണ് ചതയം, പയ്യൻ പൂരാടം. ചിങ്ങം 19 മുഹൂർത്തം എടുക്കാമോ? എടുക്കാമെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം എഴുതി നോട്ടിൽ വെച്ചിരുന്നാൽ എഴുതി വെച്ചേക്കണം. മുഹൂർത്തം എടുക്കാൻ പറ്റുമെങ്കിൽ ഏത് സമയം എടുക്കാം എന്നുള്ളതും കൂടി നോക്കണം. നമുക്ക് എടുക്കുന്നതല്ല പ്രധാനം, അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ആരെങ്കിലും ഒരാൾ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. അടുത്ത ക്ലാസ്സിൽ എടുത്ത് നോക്കണം. ദോഷമുണ്ടെങ്കിൽ ദോഷത്തിന് പറയണം, ശുഭകാര്യമുണ്ടെങ്കിൽ ശുഭകാര്യത്തിന് പറയണം. നമുക്ക് അതിന്റെ ആ ഒരു കാര്യമാണ്. ചിങ്ങം 19 സെപ്റ്റംബർ 4. ഉത്തരം നക്ഷത്രം. ഇങ്ങനെ ഒരു മുഹൂർത്തം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു മുഹൂർത്തം കൂടി നോക്കണ്ടേ? വിവാഹത്തിന് 1-2 കൂടി നോക്കണ്ടേ? വേണം സാറേ. വേണം. വേറെ ഏതെങ്കിലും മാസങ്ങൾ നോക്കാം. ചിങ്ങമാസം വിട്ടിട്ട് തുലാമോ വൃശ്ചികമോ നമുക്കിങ്ങനെ ആദ്യം ചെയ്യേണ്ടത് പഞ്ചാംഗം നന്നായിട്ട് അറിയണം. പഞ്ചാംഗത്തിൽ ഏത് പേര് എവിടെ എന്തുണ്ട് എഴുതിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
അടുത്ത് കുറെ സംശയങ്ങളൊക്കെ ആദ്യം വരും. ശരി, ഇന്നത്തേക്ക് മതി. താങ്ക് യു സർ. സർ നമസ്തേ സർ. താങ്ക് യു സർ. ഓക്കെ, നമസ്തേ. താങ്ക് യു സർ.